സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇതിലുണ്ടോ? നിങ്ങൾ ഒരു ഡിജിറ്റൽ തമ്പോ അല്ലെങ്കിൽ ഒരു ലവ് സിമ്പിളോ എന്തെങ്കിലും ഒന്ന് തന്ന് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളവരെല്ലാവരും തമ്പൊക്കെ തരുന്നുണ്ട്. അല്ലാത്തവരും ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും, എന്നാലും കുറച്ചു പേരുടെയൊക്കെ തമ്പോ അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനം. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം എന്താണെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ്. തീർച്ചയായിട്ടും ഏതൊരു അവസരവും നമ്മൾ കേൾക്കുമ്പോൾ ആ മേഖലയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അത് കേൾക്കണം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇന്ന് അതിനനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ഈ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് കേരളത്തിനകത്തും പുറത്തും വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിശക്തമായിട്ട് ഇന്ന് നമ്മുടെ ബിസിനസ് അവസരം ഏറ്റെടുത്ത് കമ്പനിയുടെ ടച്ചിങ് എമറാൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വടുതല സ്വദേശിയായിട്ടുള്ള നമ്മുടെ ഈ ഓർഗനൈസേഷന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ ഞങ്ങൾ വിലയിരുത്തുന്ന നമ്മുടെ വടുതല സ്വദേശി ജോർജ് ലൈസൻ സാറിനെ ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക്, ഈ വിവാ ഓറിയന്റേഷൻ പ്രോഗ്രാം പരിചയപ്പെടുത്താനായി ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ലൈസൻ സാർ. താങ്ക് യു കണ്ണൻ സാർ. താങ്ക് യു കണ്ണൻ സാർ. വളരെ വലിയ വാക്കുകളിലാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ബട്ട് ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നു ഒരു സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഈ അസാധാരണമായ അല്ലെങ്കിൽ ഒരു വലിയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകാനായിട്ട് അതിന്റെ ഒരു ചവിട്ടുപടിയിലാണ് ഞാനും ഉള്ളത്. നിങ്ങളെ പോലെ തന്നെ ഞാനും ഹൈലി സക്സസ്ഫുൾ എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഗോയിങ് ടു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തത് എന്തിനാണ്, എനിക്ക് അതുകൊണ്ട് എന്തെല്ലാം എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോ നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ കയറിയിട്ടില്ല എങ്കിൽ, നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ കയറിയിട്ടില്ല എങ്കിൽ വേഗം തന്നെ അവരെ വിളിക്കുക. ഞാൻ സ്ലോലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്, നമുക്കറിയാം അല്ലെ, നല്ല തിരക്കുള്ള ദിവസമാണ്, പ്രത്യേകിച്ച് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ. അപ്പൊ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ എന്റെ പേരിലും നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ പേരിലും നമ്മുടെ വിവ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സോ ഞാനിവിടെ നമ്മുടെ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ, സോ VOP വിവ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ആണ് നമ്മൾ ഇന്നിവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഒരു ബിയോണ്ട് 21st സെഞ്ചുറി ബിസിനസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് 21ാം നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ആണ് ഈ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തിക്കുക, ഞാനൊരു ജോലിക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് ചെറുകിട ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ആവശ്യമുണ്ടോ എന്നൊക്കെ പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്. സോ അതിന് ഒരു വ്യക്തമായ മറുപടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് നിങ്ങളെ ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുള്ള ബുക്കുകളിൽ ഒന്നാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഇന്ന് ബിസിനസ് മാനേജ്മെന്റ്സ് ഒക്കെ പഠിക്കുന്ന എല്ലാവരും തന്നെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണിത്. കാരണം ഇദ്ദേഹം പറയുന്നത് സമ്പത്ത് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് ആളുകളെ തരംതിരിച്ചിട്ടുണ്ട്. എംപ്ലോയി, സെൽഫ് എംപ്ലോയ്, ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇങ്ങനെയാണ് 4 കാറ്റഗറി വരുന്നത്. അപ്പൊ ഇതിൽ നമ്മളെ പോലത്തെ സാധാരണക്കാരെ നോക്കുമ്പോഴത്തേക്കും ഒരു എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയി ആയിരിക്കാം. ഇപ്പൊ എംപ്ലോയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോബ് ഉണ്ടാവും അല്ലെ. അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും നമ്മൾ പൊതുവേ നമ്മൾ ബിസിനസ് എന്നൊക്കെ പറയുന്ന ചെറിയ ടെക്സ്റ്റൈൽ ആവാം, ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ സ്വയമായിട്ട് തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ അല്ലെ. നമ്മളിപ്പോ പറയാറുണ്ട്, ഒരു നമ്മുടെ കൈത്തൊഴിൽ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേണമെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ റൈറ്റ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ബിസിനസ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കാണ് വരുന്നത്. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറഞ്ഞത് ഇപ്പൊ യൂസഫ് അലി, ജോയാലിക്കാസ് പോലുള്ള ബിസിനസ് സംവിധാനങ്ങളൊക്കെ എല്ലാം തന്നെ ഒരു ബിസിനസ് കാറ്റഗറിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഒന്നും ഉണ്ടാവില്ല. അവർ ഏത് ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നത് നോക്കും, ആ ബിസിനസ്സിലേക്ക് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യും, വർഷാവർഷം അവർ അതിന്റെ പ്രോഫിറ്റ് എടുക്കും. ഇതാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ ഒരു സിംപ്ലിഫൈ ചെയ്താൽ, ഇപ്പൊ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഒരു എംപ്ലോയി ആണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ക്ലിനിക് ആണ് റൺ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഒരു സെൽഫ് എംപ്ലോയി ആണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയർ ഉണ്ട് എങ്കിൽ
അദ്ദേഹം ഒരു ഇൻവെസ്റ്റർ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൽ ഇവിടെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ലെ. നമ്മളെ പോലത്തെ സാധാരണക്കാരെല്ലാവരും വരുന്ന ലെഫ്റ്റ് ക്വാഡ്രന്റ് ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ എപ്പോഴും നോക്കി നമുക്കറിയാം അല്ലെ. നല്ല വീട്, നല്ല കാർ, നല്ല ബാങ്ക് ബാലൻസ്, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ നേടുന്ന ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെല്ലാവരും തന്നെ ഒരു ബിസിനസ്സുകാരനോ ഇൻവെസ്റ്ററോ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വാഡ്രന്റിൽ നിന്ന്, അതായത് ലെഫ്റ്റ് ക്വാഡ്രന്റിൽ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു ലിമിറ്റഡ് വരുമാനം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ എഫേർട്ട് ആയിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് വരുമാനം കിട്ടുക. നമ്മൾ ജോലി നിർത്തിയാൽ അപ്പോൾ നമ്മുടെ വരുമാനവും നിൽക്കും. എന്നാൽ ബിസിനസ്സുകാരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ പ്രത്യേകത അവർക്ക് ഇൻഫിനിറ്റ് ഇൻകം ആയിരിക്കും എന്ന് പറയും. അതേപോലെ തന്നെ അവർ ഒറ്റയ്ക്കുള്ള വർക്കിലല്ല, അവരുടെ കൂടെ ഒരു ടീം ഉണ്ടാവും. ആ ടീമിന്റെ എഫേർട്ടിലാണ് അവരുടെ വരുമാനം എപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ അവർക്കുള്ള വരുമാനം പാസീവ് ആണെന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്താലും ചെയ്തില്ല അവരുടെ വരുമാനം റെഗുലർ ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതേപോലെ നമുക്ക് എന്താണ് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കരിയർ ആണ്, അതിൽ ഒരു സംശയവും വേണ്ട. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മോസ്റ്റ് റിവാർഡിംഗ് ആണ്. അവർ എന്തെല്ലാം ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങൾ വർക്ക് ചെയ്യാം. ഒരിക്കലും ഒരു ജോലിക്കാരൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ടോ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയും. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഓണ്ടർപ്രണേഴ്സിനുണ്ട്. നമ്മുടെ ഹോണറബിൾ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ പോലും പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഓണ്ടർപ്രണേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കും ഒരു ഓണ്ടർപ്രണർ ആവണം എന്ന് ആഗ്രഹിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് അതിൽ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഓണ്ടർപ്രണർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, എന്ത് ഐഡിയ ഉണ്ടായിട്ടും കാര്യമില്ല, എന്ത് കാശ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ കാശ് മാത്രം മതിയെന്ന് വെച്ചാൽ പോരാ, എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള ഐഡിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ 2 കാര്യങ്ങളുമാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്കുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പൊതുവെ നമ്മുടെ സാധാരണക്കാരുടെ ചിന്തിക്കുന്നത് എപ്പോഴും കാശ് ഉണ്ടെങ്കിലല്ലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സാധാരണക്കാർ എപ്പോഴും ചിന്തിക്കുക. പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാശിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള ഐഡിയ ആണ്. കാരണം ഇന്ന് ആളുകളുടെ കയ്യിൽ വളരെ പരിമിതമാണ് ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ള ഐഡിയ നമുക്ക് വേണം. അതൊരു യുണീക്ക് ആണ്, ഒരു ഡിഫറെന്റ് ആണ്, അടിപൊളി ഐഡിയ ആണെന്നുണ്ടെങ്കിൽ 100% നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിലും കാശുള്ള ആളുകൾ നമ്മൾ അന്വേഷിച്ചു വരികയും അവർ നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഐഡിയക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയും. സോ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ എന്നാണ് കമ്പനി ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൈവശം അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിൽ കമ്പനിയുടെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. അതിന്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. 1+1+1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 അല്ലെ. ആ സെയിം 1+1+1 എന്ന് പറഞ്ഞാൽ 111 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. 111ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വലിപ്പ വ്യത്യാസം എത്രയാണോ അത്ര വലിയൊരു വലിപ്പ വ്യത്യാസമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ്. നമുക്കറിയാം കോവിഡിന് ശേഷമാണ് നമുക്ക് ആരോഗ്യത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ലോക പ്രശസ്തനായിട്ടുള്ള പോൾ സെയിൻ പിൽസറിനെ പോലുള്ള ഫിനാൻഷ്യൽ എക്കണോമിസ്റ്റുകൾ 2008 ദ വെൽനസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 2015 മുതൽ അടുത്ത 60-65 വർഷ കാലഘട്ടം ലോകം ഭരിക്കാൻ പോകുന്ന മേഖല ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ആയുഷ് ക്യാൻ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മേക്കിംഗ് ന്യൂ ഇന്ത്യ. ഒരു പുതിയ ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ ആയുഷ് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് കീഴിൽ വരുന്ന ആയുഷ് മിനിസ്ട്രി, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി 5 ഡോക്ടേഴ്സിന്റെ കൺസോർഷ്യമാണ്. ഇവർക്ക് ഒരു ബിഗ് റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വരുന്നത് ആയുഷ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്, ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ആ ഒരു പുതിയ ഇന്ത്യയെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ, അത് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടെ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒന്ന് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒന്ന് എന്താണെന്ന് നോക്കാം. നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ആണ് രണ്ടാമത്തെ ഒന്ന് എന്ന് പറയുന്നത്. നമുക്കറിയാം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വളരെ കാലപ്പഴക്കം ചെന്ന ബഹുമാനം അർഹിക്കുന്ന ഒരുപാട് ആളുകൾ കാലാകാലങ്ങളായി ചെയ്തു തെളിയിക്കപ്പെട്ടുള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വേൾഡിലെ അമേരിക്കൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത്രയും വലിയ സമ്പന്നതയിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന്റെ ഓൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ലോകത്ത് വിറ്റഴിക്കപ്പെടുന്നതിൽ വെച്ച് ഡയറക്ട് സെല്ലിംഗിനെ പറ്റിയുള്ള ഏറ്റവും വില കൂടിയ ബുക്കുകളിൽ ഒന്ന്
അദ്ദേഹം സാറിന്റെതാണ്, ഡൊണാൾഡ് ട്രംപിന്റെ ഓതർഷിപ്പിലുള്ളതാണ്. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് എന്തുകൊണ്ടും ആധികാരികമായി പറയാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്. സോ ഡയറക്ട് സെല്ലിംഗ് ആണെന്നാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിൽ ഒന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഒന്ന് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. ബിൽ ഗേറ്റ്സ് ആണ് അതിനെപ്പറ്റി പറയുന്നത്. ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്, അല്ലെ. അദ്ദേഹം പറയുന്നത് നമ്മൾ എന്ത് മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ ബിസിനസ് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ട ബിസിനസ് ആണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന മേഖല ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളതാണ്. 100% നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മുടെ ബിസിനസ് വന്നിട്ട് ഫുൾ ആൻഡ് ഫുൾ ഇന്റർനെറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്റർനെറ്റുമായിട്ട് വളരെ എന്താ പറയാ ഇടപഴകി പോകുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ 3 കാര്യങ്ങൾ, അതായത് ഹെൽത്ത് ആൻഡ് വെൽനസും ഡയറക്ട് സെല്ലിങ്ങും ഇന്റർനെറ്റും, ഇതിന്റെ 3ന്റെയും ഒരു പവർഫുൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ കമ്പനി ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് 2014 ജനുവരി ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് തുടങ്ങി ഈ ഒരു കമ്പനി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത്. സോ നമ്മൾ പറയാറില്ല, ജാവ സിമ്പിൾ ആണ് എന്നാൽ പവർഫുൾ ആണെന്ന് പറയും. അപ്പൊ ഈ 3 കാര്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. പക്ഷെ ഇൻഡസ് വിവയുടെ ഈ ഒരു അവസരത്തിലൂടെ കടന്നു വരുമ്പോഴത്തേക്കും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അവസരമായിട്ട് മാറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എന്താണ് അതിൽ ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനിക്കുള്ള റോൾ? നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാം വരുന്ന ബയോ ആക്ടിവ്സ് ജപ്പാൻ കോർപ്പറേഷൻ ആണ്. സോ നമ്മുടെ പാരന്റ് കമ്പനിയാണ്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്കെല്ലാം വരുന്നത്. അപ്പൊ പൊതുവെ ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബിലോ ആവറേജ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇന്ത്യൻ കമ്പനിയാണ്, പക്ഷെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ഉള്ളത്. അപ്പൊ ആ ഒരു അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 5 ലക്ഷം മെട്രിക് ടൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള ഓൺ പ്രൊഡക്ഷൻ പ്ലാന്റ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടേത്. ബാംഗ്ലൂരിലെ നെല്ലമംഗലയിലാണ് നമ്മുടെ ഫാക്ടറിയൊക്കെ വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ ആയുഷ് മന്ത്രാലയം ചെടികളിലും മൃഗങ്ങളിലും മനുഷ്യ ശരീരങ്ങളിലും അങ്ങനെ 6 ക്ലിനിക്കൽ ട്രയൽസ് പ്രൂവ് ചെയ്ത് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ്, അതായത് മറ്റു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് എന്ത് ക്വാളിറ്റി നോക്കുമോ ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്ന് അംഗീകരിച്ചുള്ള പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ കോഷറിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, GMP സർട്ടിഫൈഡ് ആണ്, സ്വിസ് സർട്ടിഫൈഡ് ആണ്, സ്വാപ്പ് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഓഫീസ് ഫെസിലിറ്റി ആണ് വരുന്നത്. അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉന്നതമായ വ്യവസായികളുടെ സംഘടനയായ CIAയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൂടിയാണ് നമ്മുടെ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻസ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ബെസ്റ്റ് GSTക്കുള്ള GST പെയറിനുള്ള അവാർഡ് നമ്മുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള അവാർഡും നമ്മുടെ കമ്പനിക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഹിന്ദുസ്ഥാൻ ലിവർ പോലുള്ള വമ്പൻ കമ്പനികളുമായിട്ട് കോമ്പറ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പ്രൊഡക്റ്റിനുള്ള അവാർഡാണ് നമ്മുടെ കമ്പനിക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ പോരാളികൾ, നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇവരാണ് എല്ലാം, അല്ലെ, ഇവരാണ് ഹീറോസ് എന്ന് പറയും. സോ ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് അറിയാനായിട്ട് ഞാൻ 1-2 എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് പോവുകയാണ്. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മുടെ പാരന്റ്സ് ഒക്കെ വളരെ ആരോഗ്യത്തോടുകൂടി ജീവിച്ച് വളരെ കുറച്ച് സമയം കൊണ്ടാണ് മരിച്ചു പോയത്. ഉറങ്ങി എഴുന്നേറ്റില്ല മരിച്ചുപോയി, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നു ജസ്റ്റ് മരിച്ചു, അങ്ങനെ മരിച്ചു പോയിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒരുപാട് കാലം അസുഖങ്ങൾ ബാധിച്ച് മരുന്ന് കഴിച്ച് എപ്പോഴാണോ ദൈവം എന്നെ വിളിക്കണേന്ന് പറഞ്ഞ് കാത്തു നിന്ന് മരിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഇന്ന് ഭൂരിഭാഗം ആൾക്കാർ. കാരണം മെഡിസിന്റെ പിൻബലത്തിലാണ് ഭൂരിഭാഗം ആൾക്കാർ ജീവിക്കുന്നത്. പണ്ടുള്ള ആളുകൾ 60 വയസ്സ് 80 വയസ്സ് വരെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 20 വയസ്സ് തുടങ്ങിയ ആളുകൾ എന്താ പറയാ അസുഖങ്ങളിലേക്ക് കൂടെ കടന്നു പോകാൻ തുടങ്ങി. 20 വയസ്സ് മുതൽ ആ മെഡിസിൻസ് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് 50 വർഷം അല്ലെങ്കിൽ 50 വയസ്സ് വരെ അല്ലെങ്കിൽ 40 വയസ്സ് വരെയൊക്കെ ജീവിക്കുമ്പോഴത്തേക്കും എന്താ പറയാ ജീവിച്ച് മരിച്ച് ജീവിക്കുന്നു എന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പൊ ഇന്ന് എന്റെ വീടിന്റെ അടുത്ത് ഒരു സാറിന്റെ കാല് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് രാവിലെ ആ വ്യക്തി സൈലന്റ് അറ്റാക്ക് മൂലം മരിച്ചു എന്നുള്ളതാണ്. സോ ഞാൻ പറയുന്ന മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ ഒന്നല്ല ഒരുപാട് കേസുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മുടെ പ്രോഡക്റ്റ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എന്താണ് പണ്ട് കാലങ്ങളിൽ വരുന്ന അസുഖങ്ങളെല്ലാം തന്നെ ഒരു ചിക്കൻ ബോക്സ്, മലേറിയ, പ്ലേഗ്, ഫ്ലൂ ഇങ്ങനെയുള്ള ബാക്ടീരിയോ വൈറസോ മൂലം വരുത്തുന്ന അസുഖങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചറിയാനായിട്ടും വേണമെങ്കിൽ നമുക്ക് പ്രിവെൻഷൻ എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന അസുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഡിസീസ്, ക്യാൻസർ, ട്യൂമർ, സ്ട്രോക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ അസുഖങ്ങൾ വരുന്നതിന് മുന്നേ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതൊന്നും ഒരു ബാക്ടീരിയോ വൈറസ്
വൈറസ് മൂലം വരുത്തുന്ന അസുഖങ്ങളല്ല. അതുകൊണ്ടിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ ജീവിതശൈലി മൂലം വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. പണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു മെഡിസിന് തുല്യം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യമില്ലാത്തത് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പിന്നെ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭൂരിഭാഗവും വിഷാംശം നിറഞ്ഞാണ് അല്ലെ. നമുക്കറിയാം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് 98% വിഷാംശം നിറഞ്ഞാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഒരുപാട് അസുഖങ്ങളിലേക്ക് എത്താനായിട്ട് കാരണമാവുന്നുണ്ട്. സോ ഇവിടെ നമ്മളെല്ലാം പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ. ഇന്ന് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നാളെ ഉറപ്പാണ് നമ്മളെ സമ്പാദിച്ച ഭൂരിഭാഗവും ഹോസ്പിറ്റലുകൾ ചെലവാക്കേണ്ടി വരും. അപ്പൊ എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെ നാളെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കണോ, അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒരിത്തിരി അല്ലെ നമ്മൾ മേടിക്കുന്ന 1 ലക്ഷം കൊടുത്ത് മേടിക്കുന്ന 2 വീലർ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ 5 ലക്ഷം 6 ലക്ഷം കൊടുത്ത് മേടിക്കുന്ന കാർ ആണെങ്കിലും പീരിയോഡിക്കലി കറക്റ്റ് ആയിട്ട് നമ്മൾ സർവീസ് ചെയ്യും അല്ലെ. നമ്മൾ ഇത്രയും വിലയുള്ള നമ്മുടെ ശരീരത്തിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? നിങ്ങൾ സീരിയസ്ലി ഒന്ന് ചിന്തിച്ചു നോക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇവിടെ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം നമ്മൾ സൂക്ഷിച്ചാൽ നാളെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ കയറേണ്ടി വരില്ല, അല്ലെങ്കിൽ അസുഖങ്ങളിലേക്ക് പോവേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. അസൈബറി എന്ന് പറയുന്ന ഒരു മിറക്കൽ ഫ്രൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നാസയാണ് ഈ ഫ്രൂട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്ക് സ്പേസിൽ പോകുന്ന ആസ്ട്രോനോട്സിന് വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആന്റി ഓക്സിഡന്റ് ഡ്രിങ്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിരുന്നു ഈ അസൈബറി എന്ന് പറഞ്ഞ ഫ്രൂട്ട്. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഫ്ലോറിഡ പോലുള്ള യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠനങ്ങളിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട് ഇതൊരു നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ ബെസ്റ്റ് ആന്റി ഏജിങ് സപ്പോർട്ട് ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ള മനസ്സിലാക്കി നാസ അവരുടെ AS10 എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രൂട്ട് ആണിത്. അപ്പോൾ സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ നാട്ടിലും കാർഡിയോവാസ്കുലർ ഡിസീസ്, ക്യാൻസർ, ട്യൂമർ, സ്ട്രോക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അസൈബറി ഉൾപ്പെടെ ഒരു 15 ഫ്രൂട്ട്സിന്റെ ബ്ലെൻഡ് ആണ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് ഐപ്പൾസ് എന്ന് പറയുന്നത്. നമുക്ക് രാവിലെ ഒരു 30 ml കഴിക്കാം, വൈകിട്ട് ഒരു 30 ml കഴിക്കാം. 60 ml ആണ് നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പറയുന്നത്. ഏകദേശം 60 ml കഴിക്കുമ്പോൾ ഡിഫറെന്റ് കളേഴ്സിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള 3.5 കിലോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ കിട്ടുന്ന അത്രയും ന്യൂട്രീഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. ഡെഫിനറ്റ്ലി നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ് ആവശ്യമുള്ളത്. ഇവിടെ ഐപ്പൾസ് ഉപയോഗിക്കുമ്പോൾ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ഏതെല്ലാം ഓർഗൻസിനാണ് ഈ ന്യൂട്രീഷൻസ് ഉണ്ട് ആ ഓർഗൻസിനൊക്കെ ഈ ന്യൂട്രീഷൻസ് കൊടുക്കും. ആ ഓർഗൻസ് ഈ ന്യൂട്രീഷൻസ് ഉപയോഗിച്ച് ആ ഓർഗൻസിന്റെ എല്ലാ ഫംഗ്ഷൻസും കറക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷൻസും കറക്റ്റ് ആയിട്ട് നടന്ന് ഇന്ന് ഈ ഒരു അസുഖത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രഷർ, കൊളസ്ട്രോൾ, അതേപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ്, സ്ട്രോക്ക്, നമ്മളെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഇപ്പൊ അത് ക്യാൻസർ, ട്യൂമർ വരെയുള്ള അസുഖങ്ങൾ നീളുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു അസുഖങ്ങൾക്കുള്ള ഒരു റെമഡി എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഇത് നല്ലൊരു ക്വാളിറ്റി ഫുഡാണ്. നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഐപ്പൾസ് എന്ന് പറയുന്നത് നമുക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഫുഡാണ് ഐപ്പൾസ് എന്ന് പറയുന്നത്. അതിനേക്കാളും ഉപരി ആന്റി ഓക്സിഡന്റ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ചിട്ട് ഏറ്റവും നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ എത്ര കുഞ്ഞുകുട്ടിയാണെങ്കിൽ എത്ര പ്രായവർക്ക് ഇത് ആവശ്യമനുസരിച്ച് ഉപയോഗിക്കാനും ആ ഉപയോഗത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ വേണ്ട ന്യൂട്രീഷൻസ് ഉപയോഗിച്ച് ബോഡി ഫംഗ്ഷൻസ് കറക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന അസുഖങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഐപ്പൾസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മൾ പ്രൊഫഷണൽ പേറ്റന്റ് നമ്പർ ഇപ്പോൾ ആയിട്ടുണ്ട്, നിങ്ങളിവിടെ കാണുന്നത് അത് അതിന്റെ നമ്പറാണ്. അതേപോലെ തന്നെ നമ്മൾ ഐപ്പൾസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അലോപ്പതി ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക് കൊടുത്ത് ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയതിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ IMAക്ക് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി ഈ ജേർണൽസ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അഗെയിൻ നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഐഡുവൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ഗമ്മിയാണ്, ജെല്ലി മിഠായി കഴിക്കുന്ന പോലെ കഴിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. 4 ഡിഫറെന്റ് തിങ്സ് ആണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഹെപ്പറ്റോ ഗമ്മീസ് വരുന്നുണ്ട്, ഗട്ട് ഗമ്മീസ് വരുന്നുണ്ട്, മൈൻഡ് ഗമ്മീസ് വരുന്നുണ്ട്, ഒപ്ത ഗമ്മീസ് വരുന്നുണ്ട്. അതിന് 4 ഗമ്മീസ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് നമ്മുടെ അശ്വഗന്ധ, ഇരട്ടി മധുരം, നെല്ലിക്ക ഇങ്ങനെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ബ്രഹ്മിയൊക്കെ നമുക്കറിയാം അല്ലെ, ബുദ്ധി വളർച്ചയൊക്കെ ചെറുപ്പം മുതൽ പണ്ട് കാലം മുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ബ്രഹ്മിയൊക്കെ വരുന്നത്. അതുപോലെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനാണെങ്കിലും നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻസ് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് മൈൻഡ് ഗമ്മീസ് എന്ന് പറയുന്നത്. അതുപോലെ ഒപ്ത, ഇന്ന് നമുക്കറിയാം എല്ലാവരും മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള എന്താ പറയുക ബ്ലറർ ഫീൽ അല്ലെങ്കിൽ കളർ
സംബന്ധമായ പ്രശ്നങ്ങൾ, ചില കളറിന് പ്രശ്നങ്ങൾ, അപ്പൊ ഇങ്ങനെയുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒപ്താഗമീസ് കഴിക്കുന്നതിലൂടെ അതിലെല്ലാം ഐ വിറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ലുട്ടീൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സോ അവർക്ക് ആ ഐ സംബന്ധമായ പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് മോർ ഓവർ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആണ് ഗട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അതിനെ ഗുണങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഗട്ട് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ സ്റ്റമക്ക് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അതിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗട്ട് ഗമ്മീസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഇതിലൂടെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദെൻ നമുക്കറിയാം ലിവർ ഇന്ന് എല്ലാവർക്കും പ്രശ്നമാണ്. ഈവൻ ലിക്കർ കഴിക്കാത്ത ലേഡീസ് കൂടെ ഫാറ്റി ലിവറിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ലിവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനും കൂടിയാണ്. അപ്പോൾ ഹെപ്പറ്റോ ഗമ്മീസ് കഴിക്കുന്നതിലൂടെ നമുക്ക് ലിവർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനും അത് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഹെപ്റ്റോ ഗമ്മീസിന്റെ പ്രത്യേകത. ദെൻ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പേര് പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും നമുക്കറിയാം, നമ്മൾ കേരളത്തിൽ പൊതുവെ എല്ലാവരും തന്നെ സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ അമ്മയാവാം, പെങ്ങളാവാം, വൈഫാവാം, ആരെല്ലാം ഉണ്ടോ അവരൊക്കെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്നത്. നമ്മുടെ മഞ്ഞളിൽ നിന്ന് വേർതിരിച്ചിട്ട് നമ്മുടെ കമ്പനി പേറ്റന്റ് എടുത്തുള്ള ഇൻകുമിൻ ഫ്യൂഷൻ ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ശതാവരി, കുന്തിരിക്കം ഇങ്ങനെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു പീച്ച് ജ്യൂസ് കഴിക്കുന്ന പോലെ കഴിക്കാനായിട്ട് സാധിക്കും. 35 വയസ്സിന് ശേഷം ലേഡീസ് ഫേസ് ചെയ്യുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾ, റെഗുലർ പീരീഡ്സ്, മെനോപോസ്, PCOD, ഫൈബ്രോയിഡ്, സിസ്റ്റ്, ആർത്രൈറ്റിസ്, ടെൻഷൻ, തൈറോയിഡ്, ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ ഹെൽത്തി ആയിട്ട് പരിഹരിക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജ്യൂസ് ഫോം, ഒരു പീച്ച് ഫ്രൂട്ടിന്റെ ജ്യൂസ് കഴിക്കുന്ന രൂപത്തിൽ കഴിച്ചുകൊണ്ട് ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. കാരണം വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാനീയങ്ങളിൽ ഒന്നാണ് കോഫി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഹെർബൽ കോഫി ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം വേൾഡിലെ ഡയബറ്റിക്കിന്റെ ഹബ്ബാണ് കേരളവും കർണാടക. അത്രയധികം ആളുകൾ ഡയബറ്റിക് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് പറയേ വേണ്ട, ഒരുപാട് ആൾക്കാർ ഡയബറ്റിക് മൂലം പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒരുപാട് അസുഖങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇപ്പൊ ഇവിടെ ചരക സംഹിതയിൽ ചരകമോഷി പറയുന്നത് ഡയബറ്റിക് എന്ന് പറഞ്ഞ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഹെർബ് എന്ന് പറഞ്ഞാൽ ഏകനായകമാണെന്നാണ് പറയുന്നത്. അതിന്റെ വേരിൽ നിന്ന് അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റിനെ വേർതിരിച്ചെടുത്തു സൾസിറ്റാൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനി പേറ്റന്റ് എടുത്തു. ഈ സൾസിറ്റാൾ ഏഷ്യയിലെ ബെസ്റ്റ് കോഫി ബീൻ എന്ന് പറഞ്ഞ കൂർഗിലയാണ്. അതിലെ കഫീൻ വേർതിരിച്ച് മാറ്റിയിട്ടുള്ള കോഫിയോടൊപ്പം അതുകൂടാതെ തന്നെ നായ്ക്കറ പരിപ്പ്, ഈ 3 ഹെർബൽസിന്റെ ബ്ലെൻഡ് ആണ് ഐ കോഫി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. രാവിലെ ഒരു കോഫി അടിക്കുക, വൈകിട്ട് ഒരു കോഫി അടിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. നമ്മൾ മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ മെഡിസിന്റെ കൂടെ ആ ഡയറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കോഫി കഴിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു വരും. അതനുസരിച്ച് ഡോക്ടറിനെ കണ്ടു കഴിക്കുന്ന മെഡിസിന്റെ ക്വാണ്ടിറ്റി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗ്രാജുവലി മെഡിസിനുമായി ബന്ധപ്പെട്ട് വരുന്ന സൈഡ് എഫക്റ്റുള്ള പരമാവധി ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഐ കോഫി ഉപയോഗിക്കുന്നവരോട് സാധിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഐ കോഫി കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളെ സൈലന്റ് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ കൈ മുറിച്ച് കളഞ്ഞു, കാല് മുറിച്ച് കളഞ്ഞു, ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു, ക്രിയാറ്റിൻ കൂടി ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ പരമാവധി സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ഐ കോഫി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിന് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഈ കാണുന്നത് ഐ കോഫി നമ്മൾ ജേർണൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഐ കോഫി ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ ചെയ്തതാണ്. അപ്പൊ അതിന്റെ കോപ്പിയാണ് ഇവിടെ കണ്ടത്. ദെൻ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐ ഗ്ലോ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഈറ്റബിൾ ആയിട്ടുള്ള കോസ്മെറ്റിക് ആണ് ഐ ഗ്ലോ. ഉള്ളിലേക്ക് അടിക്കാവുന്ന കോസ്മെറ്റിക്. നമുക്കറിയാം കാശ്മീരി സാഫ്രോൺ ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാഫ്രോണിനെ പറ്റി, അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസ് പ്രഗ്നൻസി ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല കളറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, പ്രതിരോധ ശേഷി കൂടാൻ വേണ്ടിയിട്ട് സാഫ്രോൺ ഉപയോഗിക്കാറുണ്ട്, അല്ലെ? ആ സാഫ്രോണിന്റെ ഒപ്പം പ്ലാന്റ്സിന്റെ കൊളാജൻ, ഗ്രേപ്സിന്റെ എക്സ്ട്രാക്ട്, ഇങ്ങനെയുള്ള ന്യൂട്രീഷൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഈറ്റബിൾ ആയിട്ടുള്ള കോസ്മെറ്റിക് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്. 4 ഫ്ലേവർ ആണ്, ബ്ലാക്ക് കറന്റ്, സ്ട്രോബെറി, മാംഗോ, ഓറഞ്ച് ആണ്. 4 ഫ്ലേവേഴ്സിലാണ് വരുന്നുണ്ടാവുക. ഒരു സിപ്പപ്പ് ഒക്കെ കഴിക്കുന്ന പോലെ കഴിക്കാനായിട്ട് സാധിക്കും. ഇത് ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. ഇന്നത്തെ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന വിഷാംശങ്ങളെ ഡീടോക്സിഫൈ ചെയ്ത് പുറത്ത് കളയാനായിട്ട് സഹായിക്കും. അതിലൂടെ സ്കിന്നിന് വേണ്ട ന്യൂട്രീഷൻസ് കൊടുത്ത് സ്കിന്നിനെ ഹെൽത്തി ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെല്ലുകളെ റിമൂവ് ചെയ്ത് പുതിയ സെല്ല് കൊണ്ടുവരാൻ സഹായിക്കും. മുഖക്കുരു, കറുത്തപാട്, കണ്ണിന് താഴെ വരുന്ന കറുത്ത ഷെയ്ഡ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റുകയും ഈവൻ നമ്മുടെ സ്കിൻ ടോൺ ഒരു ഡാർക്ക് ആണെങ്കിൽ ആ ഡാർക്ക്നെസ്സിനെ ലൈറ്റ് ടോൺ ചെയ്ത് ഒരു നാച്ചുറൽ ഗ്ലോ സ്കിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ കരിമംഗല്യം, വെള്ളപ്പാണ്ട്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ പരിഹരിച്ച് ഒരു യങ് ആയിട്ടുള്ള, ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്കിൻ ടോണിലേക്ക് മാറ്റാനായിട്ട് നമ്മുടെ ഐ ഗ്ലോ ഉപയോഗിക്കുന്നവരോട് സാധിക്കും എന്നുള്ളതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഐ ഗ്ലോ. 1 സെക്കൻഡ്. അപ്പോൾ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐസ്ലിം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി
നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. കാരണം വേൾഡിൽ ഇന്ത്യ വന്നിട്ട് 3-ാം സ്ഥാനത്താണ് പൊണ്ണത്തടിയുടെ കാര്യത്തിൽ. നമുക്കറിയാം ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ഒരു പൊണ്ണത്തടി എന്ന് പറഞ്ഞ പ്രശ്നത്തിനെ കൊണ്ടിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന പനിക്കൂർക്ക വിഭാഗത്തിൽ വരുന്ന കർപ്പൂരവള്ളി കിഴങ്ങ് എന്ന് പറയും, അതിന്റെ കിഴങ്ങാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഏകനായകം, കറുത്തകൾ, ഇതാണ് മെയിൻ 3 ഇൻഗ്രീഡിയൻസ്. 4 ഫ്ലേവേഴ്സിലാണ് വരുന്നത്. ചോക്ലേറ്റ്, മാംഗോ, വാനില, ഓറഞ്ച് ആണ് 4 ഫ്ലേവേഴ്സിലുണ്ടാവും. ഒരു ക്രഞ്ചി ബാറിന്റെ രൂപത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഹെവി ഡയറ്റോ ഒരുപാട് ഹെവി വർക്കൗട്ടോ ഒന്നും ഇല്ലാതെ മിനിമം ഡയറ്റിൽ, മിനിമം എക്സസൈസിൽ നമുക്ക് നമ്മുടെ ഐഡിയൽ വെയിറ്റ്, ഹൈറ്റിനൊത്ത വെയിറ്റിലേക്ക് മാനേജ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്രഞ്ചി ബാർ രൂപത്തിൽ കടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഐഡിയൽ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിൽ കൊടുക്കുന്ന ഗ്യാരണ്ടി ഇതാണ്, കുറയുന്ന വെയിറ്റ് റീബൗൺസ് വരില്ല. അതേപോലെ തന്നെ വെയിറ്റ് കുറയുന്ന അനുസരിച്ച് സ്കിന്നും കൂടി ഒതുങ്ങി നല്ല ഷേപ്പുള്ള ബോഡിയാക്കി മാറ്റാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫാറ്റ്, ഗുഡ് ഫാറ്റിനെ നിലനിർത്തുകയും ബാഡ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം വേസ്റ്റ് ആയിട്ട് മോഷണോടെ പുറത്തു കളയുകയും ചെയ്യും. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം, ഇതിന്റെ ടാഗ് ലൈൻ പോലും ഫ്ലാറ്റ് ടമ്മീസ് ആണ്. കൊടവയർ കുറച്ച് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ടമ്മീസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കും. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു ഫുൾ ഡേ കൊണ്ട് ഒരു 4 ലിറ്റർ വെള്ളം കഴിക്കണം. മിനിമം ഒരു ഡയറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലും ചെറിയ എക്സസൈസ് ചെയ്തതിന് ഈ പറയുന്ന ബെസ്റ്റ് റിസൾട്ട് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ റീബൗൺസ് വരില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട് നമ്മുടെ ഐസ്ലിം എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റിന്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിവിടെ കാണുന്ന ഐസ്ലിമിന്റെ ക്ലിനിക്കൽ ട്രയൽസ് ചെയ്തതിന്റെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് ഇതിന്റെ റിസൾട്ടുകൾ കണ്ട് ഇന്ന് ഏകദേശം 23ഓളം രാജ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ജേർണി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു VR ആയിട്ട് ഇവിടെ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബേസിക് ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, അത് കൊടുത്തുകൊണ്ട് നമുക്ക് VR ആയിട്ട് ഇവിടെ എൻറോൾ ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിലും അതിന്റെ സ്റ്റോക്ക് കീപ്പ് ചെയ്യാനുള്ള ഗോഡൌൺ, അതല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള വെഹിക്കിൾസ്, ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ, പ്രോഫിറ്റ് ഷെയർ ചെയ്ത് അതായത് സാലറി കൊടുക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതിന് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ബേസിക് ഡോക്യുമെന്റ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിലുള്ള സപ്പോർട്ട് കമ്പനി തരുന്നുണ്ട്. കാരണം മറ്റ് ഏത് ഓപ്പർച്യൂണിറ്റി എടുത്ത് നോക്കിയാലും, ജോലിയിലാണെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരാളുണ്ടാവില്ല, ബിസിനസ്സിലാണെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ഒരാൾ ഉണ്ടാവില്ല, അല്ലെ? നമ്മൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ കാശ് നഷ്ടപ്പെട്ടാലും ഇല്ല, നമ്മൾ കാശ് സമ്പാദിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. ഇവിടെ നമുക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടും എന്നുള്ള പേടി വേണ്ട. മറിച്ച് ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വിജയിപ്പിക്കാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു തരികയും ചെയ്യും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടീം എഫോർട്ടിൽ നമുക്ക് ഈ ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് എടുക്കാനായിട്ട്, നമ്മുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച സ്പോൺസർ, ഈ ബിസിനസ് നിങ്ങൾക്ക് എന്തെല്ലാം സപ്പോർട്ടാണോ വേണ്ട അതെല്ലാം അദ്ദേഹം ചെയ്തു തരുന്നുണ്ടാവും. ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി പ്രോഡക്റ്റിന്റെ ലോജിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ടാക്സ് സംബന്ധമായ കാര്യങ്ങൾ, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ എന്തെല്ലാം വേണോ അതെല്ലാം ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടാവും. അതേപോലെ തന്നെ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മൾ ഏതൊരു വ്യക്തിയും ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും ആ മേഖലയെ വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഈ ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനിയെ നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് ഈ ബിസിനസ് പഠിക്കാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള ഗ്രോത്തിലേക്ക് പോകാനായിട്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓണ്ടർപ്രണർഷിപ്പിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ്. അതിനെപ്പറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് ഇവിടെ കാണുന്നത്. ധീരുഭായ് അംബാനിയുടെയാണ്, സാറിന്റെയാണ് വാക്കുകൾ. ബി എ ഗുഡ് സെയിൽസ്മാൻ, ഇവൻച്വലി യു വിൽ ബിക്കം എ ഗുഡ് ബിസിനസ്മാൻ. അതായത് നിങ്ങൾ നല്ലൊരു സെയിൽസ്മാൻ ആവുകയാണെങ്കിൽ നിങ്ങൾ പോകെ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറിക്കോളും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇവിടെ സെയിൽസ് എന്ന് പറയുമ്പോൾ ആളുകൾ എല്ലാവരും നെറ്റി വിളിക്കും, അയ്യോ സെയിൽസ് ആണോ, എനിക്ക് താല്പര്യമില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അതേപോലെ സംസാരിക്കാൻ അറിയില്ല, എനിക്ക് അങ്ങനെ ആളുകളെ പറ്റിക്കാനോ എന്താ പറയാ, ഇങ്ങനെ 100 കൂട്ടം എക്സ്ക്യൂസസ് ആളുകൾ പറയാറുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ പറയുന്ന കാര്യം, സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സത്യസന്ധമായ പ്രവൃത്തിയാണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറ്റിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മുമ്പിൽ യാചിക്കുകയോ ചെയ്യേണ്ട ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ജോബ് അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏത് ബിസിനസ് സ്ഥാപനം എടുത്ത് നോക്കിയാലും അതിന്റെ ഉള്ളിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും, ബാക്കിയുള്ള എല്ലാ ജോബിനും ഒരു ലിമിറ്റഡ് സാലറി വെക്കുമ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി കൂടാതെ ഇൻസെന്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് ഒരു കമ്പനിയുടെ CEO വരെ പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഓൺലി സെയിൽസ് ആണ്. ബാക്കിയുള്ളത് എല്ലാത്തിലും ഒരു ലിമിറ്റ് ഉണ്ടാവും. ഇപ്പൊ അക്കൗണ്ടന്റ് മാക്സിമം ഒരു അക്കൗണ്ട്സ് മാനേജർ വരെ പോകും, ഒരിക്കലും ഒരു സിഒന്റെ ലെവലിലേക്ക് പോവില്ല. പക്ഷേ സെയിൽസിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയുടെ സിഒന്റെ ലെവലിലേക്ക് വരെ
പോകാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. ലോകത്തെ ഏറ്റവും മഹത്തരമായ ജോബുകളിൽ ഒന്നാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെയിൽസ് നമ്മളും പഠിക്കാനായിട്ട് തയ്യാറാവുകയാണ്, നമ്മൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ 100% നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സെയിൽസ് എന്ന് പറയുന്നത് ഒരാളെ പഠിപ്പിക്കേണ്ട പണിയല്ല, പകരം നമ്മൾക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ എല്ലാവരിലും ഉള്ള ഒരു ഇൻബിൽറ്റ് ക്വാളിറ്റിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മളൊരു കടയിൽ പോയി നല്ല ഭക്ഷണം കഴിച്ചു, നമ്മൾ 10 പേരുടെ അടുത്ത് പറയും. നമ്മളൊരു ടെക്സ്റ്റൈലിൽ പോയി നല്ല ഡ്രസ്സ് കിട്ടി, നല്ല പ്രൈസിൽ കിട്ടി, നമ്മൾ എന്തായാലും ഒരു 10 പേരുടെ അടുത്ത് പറയും. ഇതല്ല, നമ്മളൊരു സിനിമ കണ്ടു, 100% നമ്മളൊരു 10 പേരുടെ അടുത്ത് പറയും ആ സിനിമ പോയി കാണട്ടെ, അടിപൊളി സിനിമയിൽ. അവർ കാണോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ എന്തായാലും പറയും. സോ ഇവിടെ പല രീതിയിൽ സെയിൽസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സെയിൽസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേറ്റീവ് സെയിൽസ് ആണ്. ആളുകൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനും അതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബെസ്റ്റ് റിസൾട്ട് മേടിച്ചു കൊടുക്കാനും സഹായിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് സെയിൽസ് ടെക്നിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻഫോർമേറ്റീവ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അല്ലെ കൊടുക്കാനായിട്ട്, അതിലൂടെ നമുക്ക് നമ്മുടെ വരുമാനം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം? അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ കാണാം, നമുക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് ആണ് അല്ലെ. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് iCoffee എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാർഡിയാക്, ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്ലഡ് സംബന്ധമായ പ്രശ്നങ്ങളെ ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് iPulse വെൽനസ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഓവറോൾ നമ്മുടെ ബോഡി ഫംഗ്ഷൻസ് കറക്റ്റ് ചെയ്യാനും കൂടെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഐസ്ലിം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമ്മുടെ ഒരു വെയിറ്റ് മാനേജ്മെന്റ് ആണ്. വെയിറ്റ് കുറയ്ക്കുന്നത് പോലെ തന്നെ ഐഡിയൽ വെയിറ്റിലേക്ക് വെയിറ്റ് കൂട്ടിയെടുക്കാനായിട്ട് ഐസ്ലിം ബാർ ഉപയോഗിക്കുന്നതായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വിമൻ ഹെൽത്ത് ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അതേപോലെ തന്നെ സ്കിൻ ബ്യൂട്ടി ആഗ്രഹിക്കാത്ത ഒരാളും ഇല്ലെന്ന് പറയും അല്ലെ. എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്, എന്തൊക്കെ പറഞ്ഞാലും ശരി. അപ്പോൾ അങ്ങനെ ബ്യൂട്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്കിൻ ഹെൽത്തിന് പറ്റിയ പ്രോഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗൻസ് ആണ് അല്ലെ. ബ്രെയിൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ ഇല്ലേ, ആളുകളുടെയൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് iDual എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള 6 പ്രോഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എടുക്കുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. സോ ഇവിടെ സെൽ ആൻഡ് ഏൺ എന്ന് പറയും. നമുക്ക് നമ്മുടെ പരിചയത്തിലുള്ള കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റ് വീഡിയോ അയച്ചു കൊടുക്കാം. അവർ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഫോളോ അപ്പ് കോൾ ഇടുക. നമുക്ക് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കൊടുത്ത് ധൈര്യമായിട്ട് അങ്കിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാർ ചേട്ടൻ ധൈര്യമായിട്ട് ഉപയോഗിച്ചു, നല്ല പ്രൊഡക്റ്റ് ആണ്, നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടെ പറയുകയാണെങ്കിൽ അവരോട് ഓക്കെ ശരി നീ പറഞ്ഞല്ലേ ഞാൻ എന്തായാലും ഉപയോഗിച്ച് നോക്കാന്ന് പറയും. അപ്പൊ അവർക്ക് നമ്മുടെ സ്റ്റോർ ലിങ്ക് അയച്ചു കൊടുക്കുക, അത് ബില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ ബില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ആ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് കമ്പനി കൊറിയർ എത്തിച്ചു കൊടുത്തോ എന്നുള്ളത് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് 500 വെച്ച് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ഇതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കമ്പനി പറയുന്നത് നമുക്ക് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ലെവലിലേക്ക്, VR നിന്ന് ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി ഇവിടെ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഒരു അങ്കിൾ ഉണ്ടാവും, അങ്കിളിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ പറഞ്ഞ നമുക്ക് വേണ്ടിയിട്ട് അങ്കിള് 2 പ്രൊഡക്റ്റ് എന്തായാലും നമ്മുടെ ഇത് മേടിക്കും. അതേപോലെ തന്നെ നമ്മളൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആന്റി എന്തായാലും നമുക്ക് ഉണ്ടാവും. അപ്പൊ ആന്റി അടുത്ത് പറയാം, ആന്റി ഞാനൊരു പുതിയ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്, ആന്റിക്ക് എന്തായാലും ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ, ഒരു 2 പ്രൊഡക്റ്റ് എൻ്റെ ഇത് മേടിച്ച് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ 100% ആന്റി നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഒരു കസിൻ ഉണ്ടാവും, നമ്മളുടെ കൂടെ എന്തിനും അല്ലെ ബെസ്റ്റ് ഇൻ ക്രൈം പാർട്ട്ണർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കസിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ആവശ്യമില്ലെങ്കിൽ കൂടെ നമുക്ക് വേണ്ടിയിട്ട് അവർ ഉറപ്പായിട്ടും മേടിച്ച് ഉപയോഗിക്കും. പിന്നെ അവർക്ക് അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന 300 PV, അതായത് 4 വെച്ച്, അതായത് 12 പ്രൊഡക്റ്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന ഒരു 6 പേരിലൂടെ ആയിട്ട് നമുക്ക് റീറ്റെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരാൾക്ക് 2 പ്രൊഡക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറയുന്ന VBO കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പെട്ടെന്ന് സ്റ്റാർ ആവുക, അതായത് VBOയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് കമ്പനി പറയുന്ന ഒരു ഓപ്ഷൻ. കാരണം VBOയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 തരത്തിൽ വരുമാനം എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ അവിടെ എത്ര സ്പീഡിൽ നമ്മൾ ചെയ്യാവോ അത്ര സ്പീഡിൽ നമുക്ക് സ്റ്റാർ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അവിടെ സ്റ്റാർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെ നമ്മുടെ പരിചയത്തിൽ വരുമാനത്തിന് ആവശ്യമുള്ളവരുണ്ടാവും. അപ്പൊ അവർക്കും ഇത് പറഞ്ഞു, ഈ ഒരു മെത്തേഡ് സെയിൽസ് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാനും അതിലൂടെ അവർക്കും നമുക്ക് വരുമാനം കിട്ടിയ പോലെ തന്നെ അവർക്കും ഇതിലൂടെ ഒരു വരുമാനം മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഒരു എന്താ പറയുക, ഈ സെയിൽസിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് നമ്മൾ അവിടെ ബിൽഡ് ആവുന്നത്. അപ്പൊ അവിടെ എത്ര സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും കൂടുതൽ നമുക്ക് വരുമാനം എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ നമുക്കറിയാം ബെസ്റ്റ് ബേക്കേഴ്സ് അല്ലെ, ചെയിൻ ഓഫ് ബേക്കേഴ്സ് ആണ് അല്ലെ. അതെ, കഫേ കോഫി ഡേ ചെയിൻ ഓഫ് കോഫി ഷോപ്സ് ആണ്. ഇപ്പൊ KFC ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട്
മെത്തേഡുകൾ അല്ലെങ്കിൽ ഒരു പല തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും നമ്മുടെ ഒരു പീപ്പിൾ ഫ്രാഞ്ചൈസി, നമ്മളുടെ കയ്യിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കച്ചവടം സെയിൽസിന്റെ വോളിയം കൂട്ടുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു പ്രൊഡക്റ്റ് ആരെല്ലാം കൊടുക്കുന്നു അവർക്കെല്ലാം 20% പ്രോഫിറ്റ് ഇടും. നമ്മുടെ ടീമിലൂടെ വിൽക്കുമ്പോൾ കച്ചവടം നടക്കുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തിക്ക് 20%, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലൂടെ നടന്നതിന്റെ ഭാഗമായിട്ട് 5 മുതൽ 10% വരെ നമുക്ക് സെയിൽസിന് പ്രോഫിറ്റ് എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ടാവും പല പേരുകളിലായിട്ട്. അപ്പൊ ഇവിടെ ആളുകൾ ഈ ഒരു മെത്തേഡ് പറയുമ്പോൾ ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, അയ്യോ ഇത് ആളെ ചേർക്കുന്ന പരിപാടിയാണോ, അല്ലെങ്കിൽ ആളുകൾ വരണോ, എനിക്ക് ഇങ്ങനെ ആളുകളുടെ അടുത്ത് പറയാനൊന്നും പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇവിടെ കാണിച്ചു തരാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇന്ന് ലോക പ്രശസ്തമായ ഏതെല്ലാം അക്കാഡമീസിലെല്ലാം തന്നെ ഡിജിറ്റൽ എന്താ പറയാ മാർക്കറ്റിങ്ങിന്, ഇപ്പോൾ നമ്മൾ MBA പഠിക്കുന്ന പോലെ തന്നെ BCom-നും MBA-ക്കും ഒക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ന് പാഠ്യ പദ്ധതിയായിട്ട് സിലബസ് ആയിട്ട് ഉൾപ്പെടുത്തി ഇന്ന് കുട്ടികൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ വലിയ അവസരമാണെന്ന് ഗവൺമെന്റിനുള്ള തിരിച്ചറിവാണ് ഈ മേഖലയെ ലീഗലൈസ് ചെയ്തതും ഇത് പാഠ്യ പദ്ധതിയായിട്ട് നമ്മുടെ ഇന്നത്തെ വരും തലമുറയ്ക്ക് നല്ലൊരു വരുമാനം ഇതിലൂടെ നേടാനായിട്ട് സാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഇത് പാഠ്യ പദ്ധതിയായിട്ട് ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞോ അറിയാതെ നമ്മളൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് ഏറ്റെടുത്ത് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്കും ഒരുപാട് അവസരങ്ങൾ ഇതിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ റിവാർഡ്സ് എന്ന് പറയുന്നത് സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പാണ് ഇപ്പൊ കമ്പനി ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ സ്വപ്നമാണ് ഇന്റർനാഷണൽ ടൂറൊക്കെ പോകുക എന്നുള്ളത്. അപ്പൊ ഇവിടെ 1 രൂപ മുടക്കുമുതലില്ലാതെ സ്റ്റാർ 500 എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിയാൽ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റാർ 1000 എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ ബാംഗ്ലൂരിലെ ഗ്രാൻഡ് ഷെറാട്ടണിൽ പോയി ഒരു 3 ദിവസം നമുക്ക് നമ്മുടെ കോ ആപ്ലിക്കന്റും കൂടെ പോയി താമസിച്ച് അവിടെ നിന്ന് ഒരു ബെസ്റ്റ് ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ്സ് ഒക്കെ എടുത്ത് ഈ ബിസിനസ്സുകാരനായിട്ട് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി തരുന്നത്. ഇപ്പൊ ഞങ്ങൾ പോയത് ബാംഗ്ലൂരിലെ താജ് വിവാന്തയിലാണ് ഞങ്ങൾ പോയി താമസിച്ചത്. ഞങ്ങൾ ജനുവരിയിൽ പോകുമ്പോൾ ഏകദേശം അവിടെ ഒരു 45,000 റുപ്പീസൊക്കെയാണ് ഒരു ദിവസം വിത്ത് ഓൺലി ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ചാർജ് ചെയ്യുന്നത്. ആ സ്ഥലത്ത് 3 ദിവസം 3 നേരത്തെ ഭക്ഷണം വെച്ച് ടീ സ്നാക്സ് ഒക്കെ വളരെ ഗംഭീരമായ ഒരു പാക്കേജാണ് കമ്പനി നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ റൂബി എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ തായ്ലൻഡ് പോകാനുള്ള അവസരമാണ് വരുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ എല്ലാവരും വോൾ ഫാമിലി, ഞാൻ മാത്രമല്ല നമ്മുടെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഏകദേശം 2000-ലധികം കുടുംബങ്ങൾ അടക്കം ആൾക്കാരാണ് നമ്മളെ കമ്പനി ട്രിപ്പ് കൊണ്ടുപോയത്. 1 രൂപ ചെലവില്ലാതെ ഫുൾ ഫ്രീ ആയിട്ട് തായ്ലൻഡ് ഫുൾ എല്ലാ ടൂറിസ്റ്റുകളും പ്ലേസുകളിലും പോയി ഒരു എന്താ പറയുക ജൊമിറ്റിയൻ എന്ന് പറഞ്ഞ പാം ബീച്ച് റിസോർട്ടിലായിരുന്നു നമുക്ക് സ്റ്റേ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ എറണാകുളത്തെ ക്രൗൺ പ്ലാസയുടെ 2 ഇരട്ടി ഉണ്ടാവും, അത്രയും വലിയ പ്രോപ്പർട്ടിയാണത്. അപ്പൊ അതേപോലെ ഒരു പ്രോപ്പർട്ടിയിലൊക്കെ താമസിച്ച് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളിലും 1 രൂപ ചെലവില്ലാതെ കൊണ്ടുപോയി കാണിച്ച് തിരിച്ച് നമ്മുടെ എയർപോർട്ട് വരെയുള്ള എല്ലാവിധ എക്സ്പെൻസും കമ്പനി മീറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേൾ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ മലേഷ്യ പോകാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അതുപോലെ തന്നെ എംറാൾഡ് എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ പോകാനുള്ള ഒരു അവസരമാണ് കമ്പനി തരുന്നത്. അതേപോലെ തന്നെ സഫയർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ ദുബായ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട് എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ സിംഗപ്പൂരിൽ ഒരു സ്റ്റാർ ക്രൂയിസിൽ സഞ്ചരിച്ചുകൊണ്ട് സിംഗപ്പൂർ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പണവും ആരോഗ്യവും മാത്രമല്ല ലോക രാജ്യങ്ങൾ കാണാനായിട്ടുള്ള ഒരു അവസരവും കൂടെ കമ്പനി നിങ്ങൾക്ക് ഇവിടെ തരുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളുടെ കൂട്ടത്തിലും ഒരു സീഡിന്റെ പാക്കറ്റ് കമ്പനി തരാറുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പാക്കറ്റുകൾ പ്ലാൻ ചെയ്തതിന്റെ ഫോട്ടോസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വിത്തുകളെ എടുത്ത് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്പെഷ്യലി ഗിഫ്റ്റഡ് ചൈൽഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ ഓഫീസിൽ ഒരു ഫ്ലോർ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 1 രൂപ ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ ഡയമണ്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിട്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കൂളിംഗ് ആണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളും നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ റെഡ് ക്രോസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് തന്നെ 100% ഇൻഡസ് വിവ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കരിയർ ചോയ്സ് ആണ്. അതിൽ ഒരു സംശയവും വേണ്ട. അത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യണോ ഫുൾ ടൈം ആയിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായമാണ്. ഏകദേശം 16 റാങ്കുകളിലൂടെ ആയിട്ടാണ് ഈ ബിസിനസ് പോകുന്നത്. അതിൽ ആദ്യത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കാണ്. വിവ റീറ്റെയിലറിൽ നിന്ന് നമുക്ക് തുടങ്ങാനും VBO ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് അങ്ങനെ തുടങ്ങി ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ ഏകദേശം 86 അല്ല 90ഓളം കോടീശ്വരന്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കും. കേരളത്തിൽ നിന്നാണ് 21 ഡയമണ്ട്സും
വന്നിരിക്കുന്നത്. അതായത് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം മേടിച്ചു കഴിഞ്ഞ ആളുകളാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ടോപ്പസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആയിട്ടുള്ള സുജിത് ഖാൻ സാറാണ്. സോ ഈ കമ്പനിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം മേടിച്ചിട്ടുള്ള പേഴ്സൺസിൽ ഒരാളും കൂടിയാണ് അദ്ദേഹം. സോ അങ്ങനെ ഒരുപാട് പ്രിവിലേജസോട് കൂടിയാണ് പോകുന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം വളരെ കമ്മിറ്റഡ് ആയിട്ട് കമ്പനിയുടെ പറയുന്ന കാര്യം, കമ്പനിയുടെ വലിയൊരു മിഷനാണ് കമ്പനി നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, 2030 ആവുമ്പോഴേക്കും ഈ കമ്പനിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 90 എന്ന് പറഞ്ഞ സ്ഥലത്ത് 1000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി വലിയൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്പ്, തീരുമാനം എടുക്കുന്ന അതേ സമയം നിങ്ങളുടെ വിധിയും നിർണ്ണയിക്കപ്പെടുന്നതാണ് ആന്റണി റോബിൻസൺ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള തത്വചിന്തകന്റെ വാക്കുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് വേണ്ടത് ബേസിക് ഡോക്യുമെന്റേഷൻ ആണ്. പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ഇതിൽ ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റുകൾ ബില്ല് ചെയ്യുന്ന സമയത്ത് വെർച്വൽ ഓഫീസ് ID ആക്ടിവേറ്റഡ് ആവും. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്, നമ്മുടെ ഓഫീസ് വരുന്നത് ഇവിടെ എടപ്പള്ളിയിലാണ്. സോ അവിടെ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുന്ന അതേ മൊമെന്റ് ഓൺവേർഡ്സ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ നമ്മുടെ ലെഫ്റ്റ് ക്വാഡ്രന്റിൽ നിന്ന്, ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയി ക്വാഡ്രന്റിൽ നിന്ന് ബിസിനസ്സുകാരനെ ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ സഹായിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് ലോകത്തെ ജനതയുടെ 95% ആളുകളും ജീവിക്കുന്ന എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലാണ്. ബാക്കി വരുന്ന വെറും 5% ആളുകളാണ് ബിസിനസ്സുകാരനും ഇൻവെസ്റ്റർ ആയിട്ട് ജീവിക്കുന്നത്. നമ്മൾ പണ്ട് പറയാറുണ്ടല്ലേ, പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനാവണമെന്ന് പറയും അല്ലെ. ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് ബിസിനസ്സുകാരന് ഇൻവെസ്റ്റർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ലോകത്തെ 5% കോടീശ്വരനിലേക്ക് മാറാനായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾ വളരെ സ്പീഡിൽ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കൂടെ നിന്ന് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ പ്ലാൻ ബിഗർ, പ്ലാൻ ബെറ്റർ, ആക്ട് സ്മാർട്ട്, അച്ചീവ് സ്റ്റാർ ഇൻ 2 days. നമ്മൾ 2 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു VR-ൽ നിന്ന് VBO ആയിട്ട് മാറാനായിട്ട് സാധിക്കും. നമ്മൾ VR-ലേക്ക് എത്തി VBO ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇമീഡിയറ്റ് വരുന്ന VRO എന്ന് പറയുന്ന ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഈ ബിസിനസ് പഠിക്കാനും വളരെ ശക്തമായിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ശക്തമായിട്ട് ചെയ്തു പോകണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി കമ്പനി ഇപ്പോൾ ഒരു ഓഫർ കൂടെ തന്നിട്ടുണ്ട്. ഗുഡ് ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ അല്ലെ. നന്നായി തുടങ്ങിയാൽ പാതി വിജയിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ തുടക്കം നന്നായാൽ പാതി വിജയിച്ചു എന്ന് പറയും. അപ്പൊ ഇവിടെ കമ്പനി പറയുന്ന ഒരൊറ്റ പോയിന്റ് ഇതാണ്, വേറെ ഒന്നുമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, 1 + 5 weeks, അതായത് മൊത്തം 6 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലസ് ഒരു 45,000 രൂപ വരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതായത് ജീവിതത്തിൽ ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഒരു ജീവിതത്തിൽ നിന്ന് ഡെയിലി 1 മണിക്കൂർ വെച്ച് 6 ആഴ്ച പണിയെടുക്കാൻ തയ്യാറായി 100% ഈ പറയുന്ന കോൺടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഒരു മാസം പണിയെടുത്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് ഇവിടെ നേടാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ 45,000 രൂപ കിട്ടണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് 18,000 രൂപ കിട്ടും. ബിസിനസ് ഇൻക്യുബേറ്റർ ബോണസ് ആയിട്ട് നമുക്ക് 10,000 രൂപ കിട്ടും. ഡ്യുവൽ ടീം റവന്യൂ എന്ന് പറഞ്ഞിട്ട് 11,000 രൂപ കിട്ടും. കോംപ്ലിമെന്ററി പ്രൊഡക്ട്സ്, 2 പ്രൊഡക്റ്റ് ഫ്രീ ആണ് കിട്ടുന്നത്. സോ ഫ്രീ എന്നൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അത് വിറ്റ് നമുക്ക് ക്യാഷ് എടുക്കാനായിട്ട് സാധിക്കും. സോ അത് വിൽക്കുകയാണെങ്കിൽ 6,000 രൂപ, അങ്ങനെ 45,000 രൂപ അടുത്ത 6 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ വരുമാനം മേടിക്കാനും അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളൊന്നായ തായ്ലൻഡ് പോലുള്ള ഒരു ബ്യൂട്ടിഫുൾ രാജ്യം വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് കമ്പനി നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേജുകൾ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വൈകി വന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ എന്നെ പരിചയപ്പെടുന്നു. എൻ്റെ പേര് ലെയ്സൺ എന്നാണ്. ഞാനിവിടെ എറണാകുളം വടുതലയാണ് എൻ്റെ സ്ഥലം. എൻ്റെ ബൈ പ്രൊഫഷൻ ഗ്രാഫിക് ഡിസൈനർ ആണ്. ഞാൻ പത്രത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ട് വെച്ചത്. രാവും പകലും ഇല്ലാതെയൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് അല്ലേ. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ കുറച്ച് നാൾ വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ജോലി ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല വീടൊന്നും വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ എൻ്റെ 30ാമത്തെ വയസ്സിൽ വീടൊന്ന് പൊളിച്ചു പണിയാൻ ഞാൻ തീരുമാനിച്ചു. നോക്കി എസ്റ്റിമേറ്റ് കിട്ടുന്നപ്പോൾ 50 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വന്നു. ഞാൻ ലോൺ എടുത്താൽ ആ ലോൺ അടച്ചു തീരുമ്പോൾ ഏകദേശം 20-25 വർഷം എടുത്തതിന് ലോൺ 50-55 വയസ്സാവും ലോൺ അടച്ചു തീരുമ്പോൾ. അപ്പോൾ ഒരിക്കലും എന്നെ പോലെ ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു വീട് ലോൺ എടുത്തൊന്നും പണിയാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ വേറെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് ചിന്തിച്ചു. കൂടുതൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നോക്കി. അങ്ങനെ ട്രഡീഷണൽ ബിസിനസ്സിലാണ് ആദ്യം കൈവച്ചത്. പക്ഷെ കുറച്ചു കാലം ട്രഡീഷണൽ ബിസിനസ് ചെയ്തപ്പോൾ മനസ്സിലായി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ലെവലിൽ നിന്ന് നമുക്ക് വരുമാനം അടുത്ത ലെവലിലേക്ക് കയറ്റാനായിട്ട് സാധിക്കില്ല. എപ്പോഴൊക്കെ വരുമാനം കൂട്ടണം എന്ന് ആഗ്രഹിച്ചു അപ്പോഴൊക്കെ വീണ്ടും
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ഫാമിലി ഒന്നും ആയിരുന്നില്ല എന്റെ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ടിട്ട് തന്നെ അങ്ങനെ ചെയ്യാനും അവിടെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം വളരെ കൂടുതൽ ഉള്ളത് കൊണ്ടിട്ടും ദൈവം എനിക്ക് ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് തന്നു. സോ ഈ അവസരത്തിൽ ഞാൻ എന്റെ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുവാണ്. അതേപോലെ തന്നെ എനിക്ക് ഈ അവസരം തന്ന ദിലീപ് സാറിനോടും സുമ മാഡത്തിനോടുള്ള നന്ദിയും, അതോടൊപ്പം തന്നെ എന്നെ ഈ ബിസിനസ്സിൽ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ടുള്ള കാരണക്കാരനായ ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് മെന്റർ ആയിട്ടുള്ള ഓം പ്രകാശ് സാറിനോടുള്ള നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവർ ഈ അവസരം തന്നു. ഈ അവസരം ഞാൻ എന്നാൽ കഴിയുന്ന എന്റെ ബെസ്റ്റ് ഞാൻ ഇത് കൊടുത്തു. ഈ ബിസിനസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് വന്നു. സോ ജോലി റിസൈൻ ചെയ്തു. കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തപ്പോൾ വരുമാനമൊക്കെ വരുന്നതനുസരിച്ച് എന്റെ ബിസിനസ്സുകൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ അവസരം വളരെ ശക്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടിട്ട് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏകദേശം ഒരു 2000-ലധികം ആളുകൾ വരുന്ന ഒരു ഓർഗനൈസേഷൻ ഇന്ന് ഞങ്ങൾ ഒരു ഒറ്റ ടീമായിട്ട് ഒറ്റ കെട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടിട്ട് തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 23 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം മേടിക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ മാസം വരുമാനം നോക്കിക്കഴിഞ്ഞാലും ഒരു ആവറേജ് ഒരു 1 lakhിനടുത്ത് വരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 30,000 രൂപ. അത് 25,000 രൂപയുടെ ബേസിക് സാലറി, TADA, പിന്നെ ഓവർ ടൈം ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം കൂടി കൂട്ടി ഒരു 28 രൂപ 30 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. ഇനി ഞാൻ അവിടെ എത്ര ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാലും നമുക്കറിയാം ഓവർ ടൈം തന്നെ ഒരു ലിമിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും ഈ 30,000 എന്നുള്ളത് ഒരിക്കലും 50,000 ആകില്ല എന്നുള്ള തിരിച്ചറിവ് ഈ ബിസിനസ്സിലേക്ക് കൂടുതൽ ശക്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വർക്ക് ചെയ്തതിന്റെ ഭാഗമാണ് ഇന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു മാസം 1 ലക്ഷം രൂപക്ക് അടുത്ത് വരുമാനം എടുക്കാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞത്. സോ ഏതൊരു സാധാരണക്കാരനും ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് എടുക്കുകയാണെങ്കിൽ 100% ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ് വിജയിക്കാനായിട്ട് സാധിക്കും. കാരണം എന്റെ ഒരു കഴിവ് കൊണ്ടിട്ടല്ല ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കുന്നത്. എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ കഴിവുകൾ ഞങ്ങൾ ഒരുമിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടാണ് വരുമാനം മേടിക്കുന്നത്. ഇപ്പൊ ഞാൻ മാത്രമല്ല വരുമാനം മേടിച്ചത്, എന്റെ ഓർഗനൈസേഷനിൽ നിൽക്കുന്ന നിരവധി വ്യക്തികൾക്ക് 1000 മുതൽ 50,000 രൂപ വരെ ഒരാഴ്ചയിൽ വരുമാനം വർദ്ധിപ്പിച്ചപ്പോഴാണ് എന്റെ വരുമാനം ഈ പറഞ്ഞ ലെവലിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് കാറുകൾ എന്റെ സ്വപ്നമാണ്. പക്ഷെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ സ്വപ്നം കണ്ടിരുന്ന വെച്ചാൽ എനിക്ക് കഴിഞ്ഞ 2 വർഷം ആയി ഒരു ബ്രാൻഡ് ന്യൂ കാർ മേടിച്ച് ആ കാറിൽ നടന്ന് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ടൂറുകൾ വളരെ ഇഷ്ടമാണ്. ഞാൻ ഡെയിലി ടൂറിനൊക്കെ പോയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോകുന്ന എവിടെയാ, മൂന്നാർ, ഊട്ടി, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കൊടൈക്കനാൽ, അതല്ലെങ്കിൽ ഇവിടെ പാണിയിൽ പോര്, ഭൂതത്താൻകെട്ട്, ഇതൊക്കെയാണ് നമ്മുടെ ടൂറിസ്റ്റ് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോയത് മൂന്നാറാണ്. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ അവസരം എനിക്ക് കിട്ടിയോണ്ടിട്ട് തന്നെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, ബാംഗ്ലൂർ ഷെറാട്ടണിൽ പോയിട്ട് ഒരു 3 ദിവസം താമസിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം കമ്പനി ഒരു ശ്രീലങ്കൻ ട്രിപ്പ് വന്നു, ശ്രീലങ്കയിൽ പോയിട്ട് വന്നു. എഗെയിൻ ഒരു തായ്ലാൻഡ് ട്രിപ്പ് വന്നു, തായ്ലൻഡ് പോയിട്ട് വന്നു. എഗെയിൻ ഇപ്പോ കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ ഓൾ ഫാമിലി ആയിട്ടാണ് തായ്ലൻഡ് ട്രിപ്പ് പോയത്. അവിടെ എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ വൈഫിന്റെ 17 വർഷത്തെ സ്വപ്നമാണ് ഇന്റർനാഷണൽ ടൂർ പോകാന്നുള്ളത്. അത് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചു. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രിവിലേജോടുകൂടെ പറയുന്നത്, എന്റെ കുട്ടിക്ക് ഇന്ന് 4 വയസ്സാണ്. 4ാമത്തെ വയസ്സിൽ അവന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മുടെ ഒത്തൊരുമിച്ച് ഒരു ടീം വർക്ക് ചെയ്തതിന്റെ ബെനിഫിറ്റ് ആണ് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ എത്തിയിരിക്കുന്ന പുതിയ വ്യക്തികളുടെ അടുത്ത് എല്ലാവർക്കും പറയണം, നിങ്ങൾ ഈ ടീമിനെ വിശ്വസിക്കുക. ഒരു ബെസ്റ്റ് ടീമിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്ന ടീമുകളിൽ ഒന്നാണ് നമ്മളുള്ളത്. അപ്പൊ ആ ഒരു ടീമിനെ വിശ്വസിക്കുക. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ കൈ മുറുകെ പിടിക്കുക. ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആ വ്യക്തിയെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുക. നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ നടക്കാൻ തയ്യാറായാൽ ആ വ്യക്തി എത്തുന്ന ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ, ഡയമണ്ട് എന്ന് പറഞ്ഞ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. മാസം 10 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം മേടിക്കാൻ ഏതൊരു സാധാരണക്കാരനും ഒന്നും മനസ്സ് വെച്ച് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ തയ്യാറായാൽ സാധിക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ള ഒറ്റ കാര്യം, സർവശക്തൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ബെസ്റ്റ് ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ എന്താണെങ്കിലും അതെല്ലാം നേടാനായിട്ട് സർവശക്തൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വിവാ. താങ്ക് യു. താങ്ക് യു ലൈസൻസ് സാർ, താങ്ക് യു. ഇപ്പൊ ഇതിനകത്ത് സ്ക്രീനിൽ എന്നെ കാണുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. യെസ്, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലൈസൻസ് സാർ നമുക്ക് പരിചയപ്പെടുത്തിയത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ കമ്പനി 90 കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി. 2030 കൂടി 1000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ അതിമഹത്തരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇന്ന് ഓരോരുത്തരും കേട്ടിട്ടുള്ളത്. അത് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ലൈസൻസ് സാറിന് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മളൊരു നല്ല ഡിജിറ്റൽ ലവ് സിമ്പിൾ നമ്മൾ കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. നല്ല ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കുക.
അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് അവസരം പറഞ്ഞത്. താങ്ക് യു ലൈസൻ സാർ, താങ്ക് യു. നമുക്ക് നമ്മുടെ പ്രോഗ്രാം കുറച്ച് വൈകിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ സമയപരിമിതിയുണ്ട്. ഈ ബിസിനസ് അവസരം ഏറ്റെടുത്ത് ഇന്ന് സക്സസ്ഫുള്ളി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ലീഡേഴ്സ്, നിരവധി ആളുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്നുണ്ട്. അവരുടെ കുറെ ആളുകളുടെ എല്ലാം എക്സ്പീരിയൻസ് കേൾക്കണമെന്നാണ് നമ്മൾ ഇന്ന് കരുതിയിരുന്നത്. പക്ഷെ നമ്മുടെ സമയക്കുറവ് കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡറിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് കേൾക്കാം. ഇന്ന് വളരെ പാഷനായിട്ട് ഇന്ന് ഈ ബിസിനസ് അവസരം ഏറ്റെടുത്തുകൊണ്ട് കാലിക്കറ്റിൽ നിന്ന് നമുക്ക് ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കാലിക്കറ്റിൽ മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് ബിസിനസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ വളർച്ചകൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ബിസിനസ്സിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ, വലിയൊരു ടീം ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്ത് വലിയ രീതിയിൽ ഇന്ന് ഈ ബിസിനസ്സിലൂടെ വലിയ വരുമാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ് ഷാനിഫ് റഹ്മാൻ സാറിനെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായി ഇൻവൈറ്റ് ചെയ്തോളുന്നു. വെൽക്കം ഷാനിഫ് സാർ. യെസ്, താങ്ക് യു കനകുമാർ സാർ, താങ്ക് യു. വളരെ മനോഹരമായിട്ട് തന്നെ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ യാത്രയിലാണ്, പുറത്താണ് ഉള്ളത്. ഓക്കെ, ഓഡിയബിൾ ആണല്ലോ അല്ലേ? കേൾക്കാവോ? യെസ്, താങ്ക് യു സോ മച്ച് ഓൾ. ഇന്ന് ലൈസൻസ് സാർ വളരെ മനോഹരമായിട്ട് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ഇവിടെ പ്രസന്റ് ചെയ്തു. അദ്ദേഹത്തിന് നല്ലൊരു ക്ലാപ്പ് നമ്മൾ കൊടുക്കണം. കാരണം ഞാൻ ഈ ബിസിനസ് അവസരം കേട്ടത് ഇത്രയും മനോഹരമായിട്ടല്ല. കാരണം ഒരു ചെറിയ പേപ്പറിൽ മാത്രം ബിസിനസ് പ്ലാൻ കേട്ട വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ ബിസിനസ് കണ്ടിട്ട് ഒന്നുമല്ല നമ്മൾ ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നേരെ മറിച്ച് വിളിച്ച വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഈ ബിസിനസ് ഏറ്റെടുക്കുകയും ഇന്ന് വളരെ പാഷനായിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഒരു ട്രഡീഷണൽ ബിസിനസ്സിലായിരുന്നു. ട്രഡീഷണൽ ബിസിനസിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിന് കൊടുക്കുന്ന സാലറിന്റെ അത്ര പോലും വരുമാനം മുതലാളിമാർക്ക് കിട്ടാത്ത സാഹചര്യമാണ് ഇന്നൊരു ബിസിനസ്സുകാരന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ഇന്ന് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളുള്ള സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അങ്ങനെ സാവകാശം എന്ത് ചെയ്തു? സാവകാശം ഈ ബിസിനസ് പഠിച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ചെറിയ ചെറിയ വരുമാനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കമ്പനിയുടെ ഒന്നുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വരാൻ പോകുന്ന ബിസിനസ് മുൻകൂട്ടി കണ്ട് ആ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് രക്ഷപ്പെടുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ മലയാളികളുടെ ഒരു പ്രത്യേകത, ഒരുത്തം 10 രൂപ ഉണ്ടാക്കിയത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ട് ആ പരിപാടി തുടങ്ങും. കാരണം ഒരു നല്ല കട തുടങ്ങി, നല്ല കാശുണ്ടാക്കി, നല്ല കച്ചവടം ഉണ്ടെങ്കിൽ മലയാളിയാണ് എന്ത് ചെയ്യും, തൊട്ടപ്പുറത്ത് പോയിട്ട് അതേ സെയിം കട പോയിട്ട് വീണ്ടും തുടങ്ങും. ഇതേപോലെ എന്തൊരു പരിപാടിയാണെങ്കിലും പൊതുവെ നമ്മൾ ആളുകൾക്ക് ഏറ്റവും വലിയൊരു പ്രോബ്ലം, മറ്റുള്ള ആളുകൾ എങ്ങനെയാണോ കാശുണ്ടാക്കി അത് കണ്ടിട്ട് ആ മേഖലയിൽ പോയിട്ട് നിൽക്കും. പക്ഷേ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, വരാൻ പോകുന്ന ബിസിനസ് മുൻകൂട്ടി കണ്ട് ആ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ മേഖലയിൽ സക്സസ്ഫുൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ന് നമ്മളുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. രണ്ടാമത്തെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം അസുഖങ്ങളാണ്. ഇന്ന് അസുഖങ്ങളില്ലാത്ത വീടുകളില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഇനി മാർക്കറ്റിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ബിസിനസ് ആണ് ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് ഒരു സൂം പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ ഇരിക്കുന്നത് കാലിക്കറ്റ് ആണെങ്കിൽ കണ്ണൻ സാർ ഇരിക്കുന്നത് കൊച്ചിയിലാണ്. അതുപോലെ തന്നെ ഓരോരോ ആളുകൾ ഇരിക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലെ? ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ടെക്നോളജിന്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ടെക്നോളജിന്റെ കാലഘട്ടത്തിൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ബിസിനസ് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ബിസിനസ് മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് ഏത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും, ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ഒരുപാട് ആളുകളിൽ സംസാരിക്കുമ്പോൾ പല ബിസിനസ്സുകാരും പറയുന്നത് ബിസിനസ് ഇല്ല, ഭയങ്കര മോശമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എങ്ങനെ ഇത് മുന്നോട്ട് പോകാന്ന് അറിയില്ല. കാരണം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യം, നിങ്ങൾ നിൽക്കുന്ന മേഖല, ഏത് മേഖല ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ആ മേഖലയിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ മേഖല തിരഞ്ഞെടുക്കരുത്. ഒരിക്കലും നിങ്ങൾ ഈ മേഖല തിരഞ്ഞെടുക്കരുത്. എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സുഹൃത്തിനെ വിശ്വസിച്ചു എന്ന് കൊണ്ട് മാത്രം കമ്പനി പറഞ്ഞ ഇപ്പോ ഷെറാട്ടൺ ട്രിപ്പൊക്കെ ലൈസൻസ് സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഫാമിലി ആയിക്കൊണ്ട് ബാംഗ്ലൂർ ഷെറാട്ടണിൽ പോയിട്ട് വരാനായിട്ട് സാധിച്ചു. അത് പോയി വന്നു. അത് പോയി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും പൊതുവെ ടൂർ പോകുന്നത് ലൈസൻസ് സാർ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് കൊച്ചിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു മൂന്നാറാണ് അടുത്തെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഊട്ടിയാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഊട്ടി, അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ മൈസൂർ. ഈ 2 സ്ഥലത്തേക്ക് മാത്രമേ ഞങ്ങൾ ടൂർ പോകാറുള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാറി ഇന്ന് കമ്പനിയുടെ തായ്ലാൻഡ് ട്രിപ്പ് 2 തവണ പോയിട്ട് വന്നു. 2 തവണ പോയിട്ട് വന്നു. കാരണം ഇത് പോയി വന്നപ്പോഴാണ് മറ്റുള്ള ആളുകൾക്ക് ഈ ബിസിനസിന്റെ പവർ മനസ്സിലായത്. ബിസിനസ്സിൽ പോകുമ്പോൾ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 1 രൂപ പോലും ചെലവില്ല എന്നുള്ളതാ. നമ്മൾ ഊട്ടി ടൂർ പോവുകയായിക്കോട്ടെ, നമ്മൾ മൈസൂർ ടൂർ പോവുകയായിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണ് പോവുക? നമ്മൾ പോകുന്നത് ഏറ്റവും ചെറിയ ഹോട്ടലിലേക്ക് നമ്മൾ മിക്കവാറും താമസിക്കാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ് നോക്കുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും, മേക്ക് മൈ ട്രിപ്പ്. എന്നിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഹോട്ടൽ റൂമാണ് നമ്മൾ നോക്കുക. ഇതെല്ലാം ബുക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ ഒന്നും ആയിരിക്കും ഉണ്ടാവുക. കാരണം ഏറ്റവും ലോ റേറ്റിലേക്കായിരിക്കും നമ്മൾ നോക്കിയിട്ടുണ്ടാവുക. ഇതേപോലെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ സ്ഥിതി മറ്റൊന്നുമല്ല. നമ്മൾ നോക്കുന്നത് എവിടേക്കാണ്? പ്രൈസ് ലിസ്റ്റിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻഡസ്ഇവന്റ് ടൂർ പോകുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം കമ്പനി കൊണ്ടുപോകുന്നത് 5 സ്റ്റാർ ഫെസിലിറ്റീസിലാണ് കമ്പനി നമ്മളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളൊക്കെ കൊച്ചി എയർപോർട്ടിൽ, അതായത് ഏത് എയർപോർട്ടിൽ നിന്നാണോ നിങ്ങൾ പോകുന്നത് ആ എയർപോർട്ടിൽ എത്തി പോയി തിരിച്ച് ആ എയർപോർട്ടിൽ എത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസ് കമ്പനി വഹിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? പക്ഷോ വേണ്ട, ഇതിലൊക്കെ ഞാൻ കുറെ കയറിയതാണ്. കാരണം പല റൈഡിൽ പല സ്ഥലത്തും നമ്മൾ കയറാൻ പോകുന്ന സമയത്ത് നാട്ടിലത്തെ പൈസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4000-5000 രൂപയായിരിക്കും. നമ്മൾ കാശ് കൊടുത്ത് ടൂർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഞാൻ കുറെ കണ്ടതല്ലേ, ഇതിലൊന്നും വലിയ കാര്യമല്ല. ഓരോരോ സ്ഥലത്തും നമ്മൾ എന്ത് പറയും? ഇതൊക്കെ അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. പക്ഷെ ഇൻഡസ്ഇവ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ എവിടേക്കാണോ പോകുന്നത് അവിടെ നമ്മളെ വെയിറ്റ് ഗൈഡ് ഉണ്ടാവും. നമ്മൾക്കുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം തരാൻ വേണ്ടി ഗൈഡ് വെയിറ്റ് ചെയ്യാണ് അവിടെ. നമ്മൾ പോകുന്നു, ടിക്കറ്റ് വാങ്ങുന്നു, നമ്മൾ പോയി നമ്മളെ സ്ഥലങ്ങൾ കറങ്ങി വരുന്നു. എവിടേക്കാണോ നമുക്ക് പോകേണ്ടത് അവിടെ നമ്മളെ കമ്പനി കൊണ്ടുപോവുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഇതുപോലെ അത് ബിസിനസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളെ ട്രിപ്പ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും വളരെ പോസിറ്റീവാണ്. കാരണം ഞാൻ ഇന്ന് ഒരു വൈകുന്നേരം ഒരു കമ്പനി ഒരു സ്റ്റാഫുമായിട്ട് സംസാരിച്ചു. ആളെ ഫേസ് ഒക്കെ ആകെ വളരെ വല്ലാണ്ടായിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. മാനേജർ വിളിച്ചിട്ട് നല്ല തെറി പറഞ്ഞിട്ടാണ് അതും കേട്ടിട്ടാണ് എന്റെ അടുത്തോട്ട് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഒരു ടാർഗറ്റോ ടൈം ലിമിറ്റോ ഇല്ല. നിങ്ങൾക്ക് എത്രയാണോ വരുമാനം വേണ്ടത് ആ വരുമാനം നമുക്ക് ഇതിൽ കൂടിയാ എടുക്കാനായി സാധിക്കും. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് വരുമാനം വേണ്ടത് ആ വരുമാനം നിങ്ങൾക്ക് എടുക്കാനായി സാധിക്കും. അതുപോലെ ലൈസൻസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്തില്ല? ബോസ് ഇല്ല. ഇവിടെ മറ്റാരുമില്ല. നമ്മളെ ബിസിനസിന്റെ ബോസ് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലുമാണെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനോ നമ്മൾക്ക് വേണ്ട വരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. അതിലെല്ലാം ഉപരി ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് ഒരു 15 ലക്ഷം രൂപയുടെ വാഹനത്തിലാണ് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത്. വളരെ ഹാപ്പിയാണ്, ലൈഫ് എൻജോയ് ചെയ്യാണ്. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരൊറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ. ഈ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കളിയിലൊക്കെ നമുക്ക് എന്ത് പറയാം? ഈ കളി തോറ്റ് കുഴപ്പമില്ല, അടുത്ത കളി നോക്കാന്ന്. ഇതുപോലെ അടുത്തൊരു കളിക്കുള്ള ജീവിതം ഇല്ല. കാരണം ഒരു ലൈഫേ ഉള്ളൂ. ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുത്ത് കറക്റ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു. ഓവർ ടു കണ്ണൻകുമാർ സർ. താങ്ക് യു ഷാനിഫ് സാർ, താങ്ക് യു. എന്നെ വീണ്ടും കാണുന്നില്ലല്ലോ സ്ക്രീനിൽ. എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. എനിക്ക് കാണാൻ പറ്റുന്നില്ല. യെസ്, വണ്ടർഫുൾ ഷെയറിംഗ്. നൈസ്. ഷാനിഫ് റഹ്മാൻ സാറ് ഇന്ന് ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ വളരെ സക്സസ്ഫുള്ളി ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സൺ ആണ്. അദ്ദേഹത്തിന് നമുക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ല ഒരു ഡിജിറ്റൽ ക്ലാപ്പ് കൊടുക്കണം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. നമ്മുടെ പ്രോഗ്രാം ഏകദേശം കൺക്ലൂഡ് ചെയ്യാനായി. വൈകി വന്നവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് കണ്ണൻകുമാർ.
ഇന്ന് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് റാങ്കിൽ നിന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ഥലം എറണാകുളമാണ്. എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ ഒരു ജോലിക്കാരനായിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഗ്രേറ്റ് ഫ്രണ്ട് എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം എന്നെ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഇന്ന് ഞാൻ ആ ലൈബ്രറിയിൽ ആ ജോലികളെല്ലാം ചെയ്ത് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റാതെ ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നതായിട്ട് മാറുമായിരുന്നു. അദ്ദേഹം ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി. അതിനേക്കാൾ മാത്രമായിട്ട് എൻ്റെ ലീഡേഴ്സ് എന്നെ വളരെ കൃത്യമായിട്ട് എന്നെ ഗൈഡ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് വളരെ നല്ല രീതിയിൽ എനിക്ക് ബിസിനസ് അവസരം ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് ഏറ്റവും ഹൃദയമായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ദിലീഷ് ദിലൻ സാറ്, സുമാ മാഡം ആണ്. അവർക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിനേക്കാളെല്ലാം ഉപരി നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ മെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ വൈറ്റ് ഡയമണ്ട് ആയിട്ടുള്ള ഓം പ്രകാശ് സാറിന് എൻ്റെ ഫാമിലിയുടെയും ഹൃദയമായ നന്ദി ഞാൻ പറയുകയാണ്. കാരണം വളരെ സാധാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ബിസിനസ് അവസരത്തിലേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ വേഷവിധാനത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഒരു അരക്കൈ ഷർട്ടും വെള്ളമുണ്ടും വള്ളിച്ചെരുപ്പൊക്കെ ഇട്ടാണ് ഞാൻ ഈ ബിസിനസ് അവസരത്തിലേക്ക് വരുന്നത്. എനിക്ക് സത്യത്തിൽ ഈ ബിസിനസിനെ കുറിച്ച് യാതൊരു ധാരണയും, ഒരു വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്യാനായിട്ട് തയ്യാറായി. എൻ്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞത്, ഈ സമൂഹത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു മാറ്റം വരുത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിൽ ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ലീഡേഴ്സ് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഈ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അതിലേക്ക് സാർ ആദ്യം മാറണമെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു പരിചയമില്ലാത്തൊരു വേഷ സംവിധാനമാണ് ഇന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഈ ബിസിനസ് അവസരത്തിലൂടെ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് അത്. ഒരുപാട് പേർക്ക് ഞാനതൊരു പ്രചോദനമായി. കാരണം തീരെ വരുമാനമില്ലാതെ കഷ്ടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഈ ബിസിനസ്സിലൂടെ ഒരു എക്സ്ട്രാ വരുമാനം എടുക്കാനായിട്ടാണ് ആദ്യം സാധിച്ചത്. അത് എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3 മാസം കൊണ്ട് 1 ലക്ഷം രൂപ ഈ ബിസിനസ്സിലൂടെ ഏൺ ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വരുമാനമാണ്. അങ്ങനെ വന്നപ്പോഴേക്ക് എനിക്ക് തോന്നി, ഇതൊന്ന് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്താൽ കുറച്ചുകൂടി നല്ല വരുമാനം എടുക്കാമെന്ന് തോന്നി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും ഒരു 6 മാസം ലീവ് എടുത്തു. ലീഡേഴ്സ് പറയുന്ന രീതിയിൽ ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറായി. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നത്. കാരണം എനിക്ക് ഇതുവരെ സ്വപ്നം കാണാൻ കഴിയാത്ത ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എറണാകുളം നഗരം എന്ന് പറയുന്നത് ഒരുപാട് ഈ ഹോട്ടലുകളുടെ മുന്നിലൂടെ എല്ലാം പോയി ആശ്ചര്യത്തോടുകൂടി നോക്കിയിട്ടുണ്ടെന്നല്ലാതെ അതിനകത്തൊന്ന് കയറാനായിട്ട് എനിക്ക് ഇതുവരെ ഒരു അവസരം ഉണ്ടായില്ല. പക്ഷെ ഇൻഡസ് ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തു. എനിക്ക് ആദ്യമായി കിട്ടിയത് നമ്മുടെ ലീഡേഴ്സ് എല്ലാം പറഞ്ഞതുപോലെ ഗ്രാൻഡ് ഷെറാട്ടൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ എനിക്കും എൻ്റെ ഫാമിലിക്കും 3 ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള അവസരം. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷം നിറഞ്ഞൊരു ദിവസം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമായിരുന്നു. എൻ്റെ ഫാമിലിക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാനത് കണക്കാക്കി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒന്നുകൂടി സീരിയസ് ആയിട്ട് ചെയ്തു, ഭംഗിയായിട്ട് ചെയ്തു. റൂബി റാങ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കമ്പനിക്ക് തന്നത് ഒരു വിദേശ യാത്രയാണ്. അതിനേക്കാൾ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫാമിലി ഞങ്ങൾക്ക് കിട്ടിയ ഒരു അമേസിംഗ് ആയിട്ടുള്ള ആ ഒരു ട്രിപ്പ്. കാരണം അവിടെ രാജകീയമായ ഒരു അംഗീകാരമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാര്യം ഇൻഡസ്ട്രിയുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അവിടെ വലിപ്പ ചെറുപ്പമോ റാങ്കോ മറ്റോ ഒന്നുമല്ല. ഇൻഡസ്ട്രിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആണോ അവർക്ക് രാജകീയമായ അംഗീകാരമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് മുഴുവനും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ കയറാൻ കൊതിച്ച എനിക്ക്, അതായത് ഞാനൊരു പൂവാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിൽ ഒരു പൂക്കാലം തന്നതുപോലെയാണ്. കാര്യം ഇന്ന് എല്ലാ മാസവും നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമായിട്ട് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഉണ്ടാകും എന്നുള്ളത് വലിയ സന്തോഷം തന്നെ. മാത്രമല്ല പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം അതീവമായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തപ്പോഴേക്കും വരുമാനം വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ലൈബ്രറിയിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടപ്പെട്ട ജോലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ചെയ്യാമെന്ന് കരുതി
18 വർഷമായി ചെയ്തുകൊണ്ടിരുന്ന ജോലി റിസൈൻ ചെയ്ത് ഇന്ന് ഫുൾ ടൈം ആയിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു. വലിയ സന്തോഷം. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ നേടാൻ കഴിയാത്ത ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഈ ബിസിനസ്സിലൂടെ, എൻ്റെ വരുമാനത്തിലൂടെ ആണെങ്കിലും എൻ്റെ വ്യക്തിത്വത്തിലൂടെ ആണെങ്കിലും എല്ലാം നമുക്ക് കിട്ടി. അതിനേക്കാളെല്ലാം ഉപരി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ഫാമിലീസിനെയാണ് നമുക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടിയതെന്ന് പറയാം. കാര്യം കഷ്ടപ്പാടും ദുരിതവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്രയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഒന്നിച്ച് കാണാൻ കഴിയുന്നത് തന്നെ ഏറ്റവും വലിയ ദൈവമായിട്ടുള്ള അനുഭവമാണ്. അതാണ് നമുക്ക് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. കാര്യം എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയും, ആഹ്ലാദം നമുക്ക് കാണാൻ കഴിയും. കഷ്ടപ്പാടും ദുരിതം പറച്ചിലൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് ഈ ഫാമിലിയോടൊപ്പം കൂടാനാണ് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നേടാൻ നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം ഉപകാരപ്പെടും. കാരണം ഞങ്ങൾ എല്ലാവരും അതിൻ്റെ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫാമിലിയിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്, ബിസിനസ്സിലേക്ക് മാത്രമായിട്ടല്ല. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പറയാണ്. കാരണം നമ്മുടെ ഒരു കൺക്ലൂഡിങ് സെഷനാണ് ഇന്ന്. നമ്മളുടെ ഈ കൺക്ലൂഡിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ദിലീഷ് ദിലൻ സാറാണ്. ഇന്ന് ഒരുപാട് തിരക്കുകളാണ്. കാര്യം ഇന്ന് ഒരു അടുത്ത ലെവലിലേക്ക് ഈ ബിസിനസ്സിനെ, ഈ ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ത്രൂ ഔട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴും നമ്മുടെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതും ഒരു യാത്രയ്ക്കിടയിൽ നിന്ന് കൊണ്ടാണ്. അത്രയ്ക്കും തിരക്കുള്ള ഒരു ഷെഡ്യൂളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ് ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ ടച്ചിങ് സഫയർ എക്സിക്യൂട്ടീവ് ദിലീഷ് ദിലൻ സാറിനെ ഹൃദ്യമായി ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. താങ്ക് യു കനകകുമാർ സാർ. ആക്ച്വലി ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ആക്ച്വലി ഞാൻ നേരത്തെ ഈ ഒരു പ്രോഗ്രാമിന് തയ്യാറെടുത്തിരുന്നതാണ്. പക്ഷെ തിരക്കുകളുണ്ട്, ട്രാവൽ ചെയ്യുകയാണ്. എന്നിരുന്നാലും ഇപ്പൊ നിങ്ങൾ കുറെ പേരെ കാണാൻ പറ്റുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ കനകകുമാർ സാർ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ആൾക്കാരെ കാണുക. ഇപ്പൊ നമുക്കറിയുന്ന ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് അല്ലെ, എല്ലാവരും തായ്ലൻഡിന്റെ കാര്യവും ട്രിപ്സിന്റെ കാര്യമാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര പേരെ മാക്സിമം കാണാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെ കാണാൻ പറ്റുന്നു. ഇന്ന് പാൻ ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഓട്ടത്തിൽ കൂടിയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ലൈസൻസ് സാർ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ കൂടി നമ്മൾ അറ്റൻഡ് ചെയ്തു. ഈ ഒരു കാറ്റഗറിയിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് പുതിയതായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് തന്നെ ചോദിക്കണം. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു പ്ലാൻ ആദ്യം കേട്ടെന്ന് വിചാരിക്കുക, ഞാൻ പോയിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞ എന്തായിരിക്കാം, ഒരു അടിപൊളി പരിപാടി ഉണ്ട്, ആഴ്ചയിൽ 2.5 ലക്ഷം രൂപ കിട്ടും, ഒരു ജ്യൂസ് ഉണ്ട്, ഒരു കാപ്പിപ്പൊടി ഉണ്ടെന്നൊക്കെ ആയിരിക്കാം ഞാൻ സംസാരിക്കുന്നതല്ലേ. അപ്പൊ ഇതേപോലെ തന്നെ പോയിട്ട് നിങ്ങളും ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ എന്നോട് പ്ലാൻ പറഞ്ഞു തന്നു, അദ്ദേഹം തന്നെയാണ് എന്റെ വൈഫിനോട് സംസാരിച്ചു. വൈഫിന്റെ ക്രെഡിറ്റ് കാർഡിൽ അത് കയറി നിന്നു. പക്ഷെ ആദ്യത്തെ ഒരു 5-8 മാസമൊന്നും സീരിയസ് ആയിട്ടെന്നല്ല ബിസിനസ് അപ്രോച്ച് ചെയ്തത്. ഒരുപാട് ഇൻഡ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. തൊട്ടുബോധിക്കുന്ന ക്യാരക്ടറുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ ഓം സാറായിട്ട് ഒരു 5-6 പ്രാവശ്യം ഇരുന്നു സംസാരിച്ചു. അതിനുശേഷമാണ് സീരിയസ് ആയിട്ടൊക്കെ ബിസിനസ്സിലേക്ക് അപ്രോച്ച് ചെയ്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫസ്റ്റ് ഡൊമസ്റ്റിക് ട്രിപ്പ്. ഇപ്പൊ എല്ലാവരും ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ലീല പാലസ് ഗോവ എന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ലീല പാലസ് ഗോവ. ഗോവയിലുള്ള ഒരു 7 സ്റ്റാർ റിസോർട്ടിലാണ് അന്നത്തെ ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ ഫാമിലി ആയിട്ടാണ് അന്ന് പോയത്. ഞാനും വൈഫും എന്റെ 2 കുട്ടികളായിട്ടാണ് ആ പ്രോഗ്രാമിന് പോയത്. ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട്, ടോപ്പ് ഒരു 5 റിസോർട്ടിൽ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഒരു റിസോർട്ടാണ് ലീല പാലസ് ഗോവയിലെ റിസോർട്ട്. ആ റിസോർട്ടിൽ പോയി, ആ റിസോർട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആദ്യം ഞാനൊക്കെ വലിയൊരു സംഭവമൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് ചെന്നിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള മനസ്സിലായത്. അവിടെ ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ്, അഡ്വക്കേറ്റ്സ്, ബിസിനസ്മാൻ, ഇപ്പൊ 100 കോടിയൊക്കെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഈ ബിസിനസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ചെറിയ ഒരാളാണെന്ന് മനസ്സിലാക്കി അന്ന് ആ ഒരു പ്രോഗ്രാം ഒക്കെ ഫുൾ അറ്റൻഡ് ചെയ്തു. ഇതെങ്ങനെ നമ്മളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സുമാ മാഡം, അതായത് എന്റെ വൈഫ് വന്ന് ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ ആ ഒരു റിസോർട്ടിൽ സൈക്കിൾ ഓടിച്ച് നടക്കണായിരുന്നു. സെയിം ഒരു 1 വീക്ക് തന്നെ ഞാൻ ഒരു ഫോട്ടോ ഉണ്ട്. ആ സെയിം റിസോർട്ടിൽ സോണിയാഗാന്ധി സൈക്കിൾ ഓടിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായി സോണിയാഗാന്ധിയൊക്കെ ലീഷറിന് വന്ന ഒരു ഹോട്ടലാണെന്ന് മനസ്സിലായി.
അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, സോണിയാഗാന്ധി ഓടിച്ച സൈക്കിളാണ് നീ അന്ന് ഓടിച്ചിരുന്നത്, അത്രയ്ക്ക് പ്രിവിലേജ് എന്താ പറയുക പ്രിവിലേജുള്ള കസ്റ്റമർ കൂടിയാണ് നമ്മളെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ട്രിപ്സ് ഇപ്പൊ എറണാകുളത്ത് പോയി സ്റ്റേ ചെയ്യാത്ത ഒരു ഹോട്ടലിൽ നിന്നില്ല, എല്ലാ ഹോട്ടലുകളിൽ നിന്ന് പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക ഓരോ പ്രോഗ്രാംസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഡൊമസ്റ്റിക് ട്രിപ്പിന്റെ എണ്ണം കൂടിയില്ല, കൂടാതെ ഇന്റർനാഷണൽ ട്രിപ്പ്. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇന്റർനാഷണൽ ട്രിപ്പ്. അതായത് ഇന്ന് ഇൻഡസ്ട്രിയലില് സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർ ഫൈൻഡർ ആയിക്കഴിഞ്ഞ വ്യക്തികൾക്ക് ഈ പറയുന്ന ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊടുക്കേണ്ട റെഫറൻസ്. അതായത് ഒരു ആൾക്ക് കമ്പനി കൊടുത്തിരുന്നത് 2500 രൂപയാണ്. എനിക്ക് 2500 രൂപയാണ് കമ്പനി തന്നത്. പക്ഷെ ആ സമയത്താണ് നിങ്ങൾക്ക് ഓരോ പുതിയ വ്യക്തികൾക്കും ഈ പറഞ്ഞ തായ്ലാന്റ് ട്രിപ്പ് അനൗൺസ്മെന്റ് ചെയ്തേക്കുന്നത്. എനിക്ക് നിങ്ങളോട് പുതിയതായിട്ടുള്ള വ്യക്തികളോട് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ ആദ്യം തന്നെ ഒരു പാസ്പോർട്ട് എടുക്കുക. ഞാൻ ഇന്ന് കുറെ ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും ആൾക്കാർ പാസ്പോർട്ട് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. പറഞ്ഞു മനസ്സിലാവും. ആദ്യം പാസ്പോർട്ട് പോയി എടുക്കുക. പാസ്പോർട്ട് പോയി നാളെ തന്നെ നിങ്ങൾ പാസ്പോർട്ട് പോയി എടുക്കുക. നിങ്ങൾ ഡ്രീം ചെയ്യുക, നിങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ ഡ്രീം ചെയ്യുക. എങ്ങനെ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഈ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു റൂബി ട്രിപ്പ് വന്നപ്പോഴാണ് ഞാൻ പോയി പാസ്പോർട്ട് എടുത്തത്. ഒരുപാട് ജോബ് എനിക്ക് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പോയിട്ട് ഒരിക്കലും പുറത്ത് വർക്ക് ചെയ്യണം എന്നുള്ള വ്യക്തിയുള്ള ആളല്ലായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്ത് അതിനുശേഷമാണ് ഞാൻ ആ ട്രിപ്പ് അച്ചീവ് ചെയ്തത്. അതിനുശേഷം 4 പ്രാവശ്യം ഷാനിസ്ഥാൻ 2 പ്രാവശ്യത്തോട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 പ്രാവശ്യം തായ്ലൻഡ് ട്രിപ്പ് ഓൾറെഡി പോയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് മലേഷ്യ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ, അതോടെ സിംഗപ്പൂര്, അങ്ങനെയുള്ള ട്രിപ്സ് ഒക്കെയാണ് ഇന്ന് ക്വാളിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻഡസ്ട്രിയിലൂടെ ഒരു വർഷം 3 ട്രിപ്പ് ഒക്കെയാണ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ പോയിട്ട് എന്തായാലും പാസ്പോർട്ട് എടുക്കുക. ഇന്ന് ഞാൻ കാണുമ്പോഴത്തേക്ക് എല്ലാവരും അച്ചീവ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ ആരുടെ കയ്യിലും പാസ്പോർട്ട് ഇല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വീക്കിൽ തന്നെ നിങ്ങൾ പാസ്പോർട്ട് എടുത്ത് നിങ്ങൾ ആദ്യം ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രീംസിലേക്ക് ഫുൾഫിൽ ചെയ്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. കൂടാതെ ട്രിപ്പ് മാത്രമല്ല കേട്ടോ, അറിയാലോ നമുക്ക് ഹെൽത്ത് വെൽത്ത് അല്ലെ, ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു 2.5 ലക്ഷം രൂപയ്ക്കും കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഒരു കാർ ഓടിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഒരു കാറ് കയറാൻ പറ്റിയില്ലെങ്കിൽ 2 പേര് നമ്മൾ ചുമന്നാണ് കാറ് കയറ്റിട്ട് ആലോചിച്ച് നോക്കുക. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രൊഡക്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇന്ന് കോമ്പറ്റീഷൻ ഇല്ലാണ്ട് യൂണീക്ക് കാറ്റഗറിയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ബിസിനസ് നമ്മൾ ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പാൻ ഇന്ത്യ മാത്രമല്ല പുറം രാജ്യങ്ങൾക്ക് വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരുടെ മുമ്പിലിരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്, യൂണീക്ക് കാറ്റഗറി ആണ്. മറ്റുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് അടുത്ത കടയിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളിലൂടെ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാക്സിമം ആൾക്കാരിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുക. അവരിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻകത്തിലേക്ക് എത്താൻ സാധിക്കണം. ആ ഒരു കാര്യം നമ്മൾ നോക്കുക. കൂടാതെ ഇവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കൊറോണ വന്ന സമയത്തൊക്കെയാണ് ഞാൻ കൂടുതൽ റീറ്റെയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അന്ന് എസെൻഷ്യൽ കമോഡിറ്റി എന്ന കാറ്റഗറിയിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റുകൾ വന്നു. നമ്മുടെ ഐപ്പിൾസ് അല്ലെങ്കിൽ പറഞ്ഞ ഒരുപാട് പ്രൊഡക്റ്റുകൾ എസെൻഷ്യൽ കമോഡിറ്റി വന്നതിൽ ഒരു പ്രൊഡക്റ്റ് ആണ് സാനിറ്റൈസർ, മാസ്ക് ഒക്കെ വന്നത്. അപ്പൊ നമ്മളുടെ പ്രൊഡക്റ്റ് എസെൻഷ്യൽ കമോഡിറ്റിയിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരിലേക്കൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റി. അതേപോലത്തെ ഒരു പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഓപ്ഷൻസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ആദ്യത്തെ ഒരു 5 കസ്റ്റമേഴ്സിനെ കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. ഈ 5 എന്നുള്ളത് 20 കസ്റ്റമേഴ്സിന് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ എല്ലാവരും റീറ്റെയിൽ ചെയ്യുക. ഒരു മാസം ഒരു 12 പ്രൊഡക്റ്റ് നിങ്ങൾ റീറ്റെയിൽ ചെയ്താൽ പോലും 10,000 rupees പ്രോഫിറ്റ് കിട്ടും. ഇത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഇ-കോമേഴ്സ് ലിങ്കിലൂടെ ആർക്ക് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് കമ്പനി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കമ്പനിയും ആ രീതിയിൽ ചെയ്തിട്ടില്ല. കൂടാതെ എന്തുകൊണ്ട് ഇൻഡസ്ട്രി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫസ്റ്റ് ഗവൺമെന്റ് ലൈസൻസ് ആണ് കമ്പനിയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കൂടാതെ സ്വന്തമായിട്ട് ഓൺ ഓഫീസ്, 0 ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന കമ്പനി വരുന്നത്. എല്ലാ പ്രൊഡക്റ്റുകളായിക്കോട്ടെ എല്ലാത്തിനും പാറ്റന്റഡ് ആൻഡ് ആയിഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ഫീൽഡിലാണ് 10 വർഷം കഴിഞ്ഞൊരു കമ്പനിയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്തിട്ട് തന്നെയാണ് ഞാനൊരു സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിയത്, 1 രൂപ EM ഇല്ലാണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രിവിലേജ് നിങ്ങൾക്കും കിട്ടും. ധൈര്യമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെക്കുക. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക. എല്ലാവർക്കും
നിങ്ങൾക്ക് ഉള്ള സ്വപ്നങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷനിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു. താങ്ക് യു ദിലീപ് സാർ, താങ്ക് യു. വളരെ തിരക്കുണ്ടായിട്ട് പോലും നമ്മളുടെ ഈ ബിസിനസ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ സമയം കണ്ടെത്തി ഇതിനകത്തേക്ക് വന്നിട്ടുള്ള ദിലീപ് സാറിന് ഈ ഓർഗനൈസേഷന്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ആദ്യമായി ഈ അവസരം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ആരാണോ ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്താനായിട്ട് ഇൻവൈറ്റ് ചെയ്തത്, ആ വ്യക്തിക്ക് നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ ID ക്രിയേറ്റ് ചെയ്യുക. ഈ ആഴ്ച നിങ്ങളൊരു സ്റ്റാർ റാങ്ക് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഈ ബിസിനസ്സിലൂടെ വരും, അത് തീർച്ച. കമ്പനി ഡ്രീം ചെയ്തിട്ടുള്ള 2030 ഇന്ന് നമ്മുടെ ഈ ബിസിനസ് പ്ലാൻ കേട്ട് ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 2030 കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന, കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന 1000 ഡയമണ്ടിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ അവസരത്തിൽ നമുക്ക് നന്ദി രേഖപ്പെടുത്താനായിട്ടുള്ളത് നമ്മളുടെ അതിമനോഹരമായിട്ട് ഇന്ന് ഈ പ്ലാൻ പ്രസന്റേഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ വടുതല സ്വദേശിയായിട്ടുള്ള കമ്പനിയുടെ പേര് എക്സിക്യൂട്ടീവ് ജോർജ് ലൈസൻ ലൂയിസ് സാറിന് നമ്മുടെ ഓർഗനൈസേഷന്റെ പേരിൽ കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു ലൈസൻ സാർ. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത നമ്മുടെ ഷാനിഫ് റഹ്മാൻ സാറിന് നമ്മുടെ ഓർഗനൈസേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ദിലീഷ് ദിലൻ സാറിന് ഈ ഓർഗനൈസേഷന്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ബിസിനസ്സിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. ഗുഡ് ബൈ. ബൈ ബൈ.